നമസ്കാരം. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ വില്ലനാക്കാൻ മന്ത്രി വീണ ജോർജ് പറഞ്ഞ ആ സിസ്റ്റം നടത്തിയ വാർത്താ സമ്മേളന നാടകം ഇന്നലെ പൊളിഞ്ഞത് കണ്ടതാണ്. ഇന്ന് ഡോക്ടർ ഹാരിസിനെതിരായ നടപടികൾ അവസാനിപ്പിച്ച് സിസ്റ്റം പിന്നോട്ടു പോവുകയാണ്. ഒരു ചെറിയ വിമർശനത്തോടു പോലും അസഹിഷ്ണുത കാണിക്കുന്ന, പ്രതിച്ഛായാ ഭയത്തിൽ മാത്രം അഭിരമിക്കുന്ന, എതിർ ശബ്ദങ്ങളോട് ഒരു ദയവ് പോലുമില്ലാത്ത ഈ സിസ്റ്റം നിലനിർത്തുന്നത് ആരാണ്? ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ വേട്ടയാടിയത് ആർക്കൊക്കെയുള്ള സന്ദേശമാണ്? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളോടൊപ്പം അതിഥികളായി CPM വക്താവ് KS അരുൺകുമാർ, കോൺഗ്രസ് വക്താവ് VR അനൂപ്, KGMCTA പ്രതിനിധി ഡോക്ടർ PT അബ്ദുൽ ബാസിദ് എന്നിവർ. ആദ്യം അബ്ദുൽ ബാസിദിലേക്ക്. അബ്ദുൽ ബാസിദ്, നിങ്ങളുടെ സംഘടനയിൽ ഭാഗഭാക്കായവർ തന്നെയല്ലേ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയ സൂപ്രണ്ടും പ്രിൻസിപ്പാലും ഒക്കെ? അവർ ആ നടത്തിയ ശ്രമം നിങ്ങളുടെ സംഘടന എങ്ങനെ കാണുന്നു? സംഘടന പ്രസ് റിലീസ് നടത്തി തന്നെ അത്തരം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ, ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അംഗങ്ങൾക്ക്, ഫാക്കൽറ്റികൾക്ക് സപ്പോർട്ടും പിന്തുണയും എല്ലാം നൽകേണ്ട ആളുകളാണ് ഈ പ്രിൻസിപ്പൽ സൂപ്രണ്ട് എന്ന് പറയുന്നവർ. അവർ തന്നെ ഇത്തരം ഒരു നീക്കത്തിലേക്ക് നീങ്ങിയത് അത്യധികം അപലപനീയമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് KGMCTA അതിനെ കാണുന്നത്. ആ രീതിയിൽ തന്നെ KGMCTA ഒരു പത്രപ്രസ്താവന അടക്കം ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുറി അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ തുറക്കുകയും അവർക്ക് മനസ്സിലാവാത്തൊരു ഉപകരണം മോസിലേറ്ററാണ്, അത് അവിടെ കൊണ്ടുവച്ചതാണ് എന്നുള്ള രീതിയിൽ ഡോക്ടർ ഹാരിസ് തന്നെ അപ്പോൾ പറയുന്നുണ്ട്. ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. ഇത് നെഫ്രോസ്കോപ്പാണ്, അത് മാറി ബില്ല് വന്നു പോയതാണ് എന്നും മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നീക്കത്തെ KGMCTA അത്യധികം അപലപനീയമായിട്ടാണ് കാണുന്നത്. അത് നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞതുമാണ്. അല്ല അബ്ദുൽ ബാസിദ്, അത് അങ്ങനെ വിശദീകരിച്ചാൽ മാത്രം പോരല്ലോ. ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ ചട്ടലംഘനം ഒരു വശത്ത്, അതിനെതിരായ അന്വേഷണവും നടപടിയുമൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇവരീ നടത്തിയ വാർത്താ സമ്മേളനം, അതിനു മുമ്പ് അവർ നടത്തിയെന്ന് പറയുന്ന അനധികൃത പരിശോധന, ആ പൂട്ട് തുറന്ന് അകത്ത് കയറിയതുൾപ്പെടെ, അതൊക്കെ അതിലും വലിയ ചട്ടലംഘനമോ ക്രിമിനൽ കുറ്റമോ അല്ലേ? തീർച്ചയായും അത് ആ രീതിയിൽ തന്നെയാണ് സംഘടന കാണുന്നത്. അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് ഒരു ഡോക്ടറുടെ ഇത്രയും രോഗികൾക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറുടെ ആത്മവീര്യത്തെ, അങ്ങനെ പ്രവർത്തിക്കുന്നവരുടെ മറ്റുള്ള ഡോക്ടർമാരുടെ ആത്മവീര്യത്തെ കെടുത്തി കളയുന്നതാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് സംഘടന അതിനെ കാണുന്നത്. മാത്രവുമല്ല, ഈ ഒരു പുകമറയിൽ ഡോക്ടറെ നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളെയും 24 മണിക്കൂറിനുള്ളിൽ തന്നെ തച്ചുടച്ച് ജനങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിച്ച മാധ്യമങ്ങൾക്ക് പ്രത്യേക നന്ദിയും KGMCTA അറിയിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് KGMCTA അറിയിച്ചിട്ടുണ്ട്, പത്രക്കുറിപ്പിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ എൻ്റെ പ്രശ്നം അതല്ല. ഞാൻ മാധ്യമങ്ങൾ ചെയ്തത് നല്ല കാര്യം തന്നെ, അത് അവരുടെ ജോലിയാണ്. എൻ്റെ ചോദ്യം, ഇവർ ഈ 2 പേർ നിങ്ങളുടെ സംഘടനയുടെ ഭാഗമാണോ? തീർച്ചയായും അവർ മെമ്പേഴ്സാണ് എന്ന് തന്നെയാണ് എൻ്റെ അറിവ്. കോഴിക്കോട് KGMCTAക്ക് അറിയില്ല, തിരുവനന്തപുരം KGMCTA മെമ്പർമാർ തന്നെയാണ് അവർ എന്ന് തന്നെയാണ് എൻ്റെ അറിവ്. അബ്ദുൽ ബാസിദ്, അങ്ങനെയെങ്കിൽ സംഘടന അവർക്കെതിരെ നടപടി എടുക്കേണ്ടത് അവർക്കെതിരെ ക്യാമറയ്ക്ക് മുമ്പിൽ, ഒരു ടെലിവിഷൻ ക്യാമറകൾക്ക് മുമ്പിൽ ഇങ്ങനൊരു ക്രിമിനൽ ഗൂഢാലോചന ആദ്യമായിട്ടാണ് കേരളത്തിൽ. അവർക്കെതിരെ നടപടി എടുക്കാനുള്ള കാര്യങ്ങൾ ഇന്നലെ തന്നെ തിരുവനന്തപുരം KGMCTA ജനറൽ ബോഡി കൂടുകയും അവർക്കെതിരെ നടപടി വേണമെന്ന് ശുപാർശ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശരി അബ്ദുൽ ബാസിദ്. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇത് ഒരു മോശം സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് എന്നായിരുന്നു ഹാരിസ് ചിറക്കലിൻ്റെ ആദ്യ ആരോപണത്തോടുള്ള ആരോഗ്യമന്ത്രിയുടെ മറുപടി. പിന്നീട് മുഖ്യമന്ത്രി ഇദ്ദേഹം ആരോഗ്യ മേഖലയെ താറടിക്കാനുള്ള അവസരമുണ്ടാക്കിയെന്ന് ആരോപിച്ചതോടുകൂടി ഈ സിസ്റ്റം ഈ ഹാരിസ് ചിറക്കലിനെതിരായി മാറുന്നു. അദ്ദേഹത്തെ വേട്ടയാടുന്നത് നാം കണ്ടു. ഇന്ന് രാവിലെ അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഉണ്ടായി. ആരോഗ്യമന്ത്രി തന്നെ ഒന്നും പറയാതെ മടങ്ങുന്നു. ആരോഗ്യമന്ത്രി ഇദ്ദേഹത്തെ ചികിത്സയിലുള്ള സ്ഥലത്ത് പോയി കണ്ട് ആശ്വസിപ്പിച്ചു എന്ന് പറയുന്നു. ഈ പ്രശ്നം അവസാനിച്ചതായി KGMCTAക്ക് മനസ്സിലാവുന്നു. അദ്ദേഹത്തിന് നടപടി ഉണ്ടാവില്ല എന്ന് KGMCTAക്ക് ആരോഗ്യമന്ത്രി തന്നെ ഉറപ്പ് കൊടുക്കുന്നു. ഇങ്ങനെ ഒരു ചെറിയ വിമർശനത്തെ, ഒരു വിസിൽ ബ്ലോവിങ്ങിനെ ഭയക്കുന്ന ആ ഒരു സിസ്റ്റം, അത് എത്രമാത്രം ജനാധിപത്യപരമാണ് അരുൺകുമാർ? ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ ദ്രോഹിക്കാനോ അനാവശ്യമായി നടപടി സ്വീകരിക്കാനോ ആരും ഒരു വ്യഗ്രതയും കാണിക്കുന്നില്ല. ഒരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രാധാന്യമില്ലാതെ, ഇപ്പോൾ ഡോക്ടർക്കും പരാതിയില്ല, ഗവൺമെൻറ്റിനും പരാതിയില്ല, അതുപോലെ അവിടുത്തെ രോഗികൾക്ക് ആർക്കും പരാതിയില്ല. അത്തരമൊരു സാഹചര്യത്തിലും ഇല്ലാത്തൊരു വിഷയം ഊതി വീർപ്പിച്ചുള്ള ചർച്ചയായിട്ടാണ് ഈ ചർച്ചയെ കാണാൻ കഴിയുക. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന തീരുവയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്ക ഉയർത്തിയ പ്രശ്നങ്ങളടക്കം ഏറ്റവും ഗൗരവമായ പ്രശ്നം രാജ്യത്ത് നിലനിൽക്കുക.
കോൺഗ്രസിന്റെ നേതാവും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഈ രാജ്യത്തിന്റെ ജനാധിപത്യ ക്രമത്തെ തന്നെ തകർക്കുന്ന ചില കണ്ടുപിടുത്തങ്ങൾ നടത്തി, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് ഉള്ള ഗൗരവമായ രാഷ്ട്രീയ പ്രശ്നം രാജ്യത്ത് നിലനിൽക്കുന്നു. ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിലടക്കം BJP ജയിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായി ഡേറ്റ വെച്ചുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നു. ഹാരിസിന്റെ വിഷയങ്ങൾ പരിഹരിച്ചതിന് ശേഷം മതി കേരളത്തിന്റെ പ്രശ്നം, അതാണ് നിങ്ങളുടെ നിലപാട്? അത് നിങ്ങൾ പറഞ്ഞ നിലപാടാണ്. ഇപ്പൊ എന്റെ നിലപാട് അതല്ല. ഞാൻ പറഞ്ഞല്ലോ, അത്ര ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന, അതായത് ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമാകുന്ന, ജനാധിപത്യത്തിനെ തകർത്ത് ഏകാധിപത്യത്തിലേക്ക് പോകുന്ന കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ, കേരളത്തെ മെഡിക്കൽ കോളേജുകളിൽ ആവശ്യത്തിന് ഉപകരണങ്ങളില്ല എന്ന വസ്തുത ഞാൻ പറയട്ടെ അരുൺകുമാർ പറയുന്നത്. അല്ല, ഞാൻ പറയുന്ന എന്റെ സമയമാണെങ്കിൽ ഞാൻ പറയാം. താങ്കൾക്ക് തന്നെ പറയണമെങ്കിൽ താങ്കൾക്ക് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം. അല്ലാണ്ട് ഇത് അങ്ങേ തടസ്സപ്പെടുത്തുന്നല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉപചോദ്യം ചോദിക്കുന്നത്. അല്ല അത് തടസ്സപ്പെടുത്തുന്നതാണ്. ഒരു സെന്റൻസ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്ഥിരം ശൈലി എങ്ങോട്ട് എടുക്കരുത്, അത് കൈവശം വയ്ക്കുക. എന്റെ സമയമാണെങ്കിൽ എനിക്ക് പറയാൻ അനുവദിക്കുക. അല്ലാത്ത പക്ഷം ദയവായി സ്നേഹപൂർവ്വം നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കരുത്. ഡോക്ടർ ബാസിത്തിനോട് ഞാൻ ചോദ്യം ചോദിച്ചു, ഉപചോദ്യം ചോദിച്ചു. അദ്ദേഹം ഒരു അസഹിഷ്ണുതയും കാണിച്ചില്ല. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു. അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുകയാണെന്ന് ഫീൽ അവർക്കുണ്ടായില്ല. എന്തുകൊണ്ടാണ് അരുൺകുമാർ മാത്രം അങ്ങനെ തോന്നുന്നത്? അങ്ങ് പറഞ്ഞോളൂ, അങ്ങേക്ക് സമയമുണ്ട്. അല്ല, അങ്ങനെ തോന്നുന്നതല്ല. നിങ്ങൾ 5 പേരെയോ 4 പേരോ ഇരുത്തുമ്പോൾ ഒരു 5 മിനിറ്റ് 6 മിനിറ്റാ കിട്ടുക. അതിൻ്റെ ഇടയിൽ താങ്കൾ ഉപചോദ്യം എത്ര വേണമെങ്കിലും നേരിടാൻ തയ്യാറാണ്. പക്ഷേ ഞാനൊരു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇടയ്ക്ക് കയറി ചോദ്യം ചോദിക്കരുത്. അതിനുശേഷം താങ്കൾ ചോദിച്ചോളുക. ഞാൻ പറഞ്ഞത്, ജനങ്ങളെ ബാധിക്കുന്ന 100 കൂട്ടം പ്രശ്നങ്ങൾ ഈ നാട്ടിലുള്ളപ്പോൾ അനാവശ്യ പ്രശ്നങ്ങൾ എടുത്ത് ഡോക്ടർക്ക് പരാതിയില്ല, ഗവൺമെന്റിന് പരാതിയില്ല, ഈ നാട്ടിലെ ഒരു രോഗികൾക്കും പരാതിയില്ല, സർക്കാർ ആശുപത്രിയെ പ്രയോജനപ്പെടുത്തുന്ന ഒരാൾക്കും പരാതിയില്ല. ആ ഒരവസരത്തിലും ഇല്ലാത്ത ഒരു പ്രശ്നം എടുത്തിട്ടാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്ന ആമുഖത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ കഴിഞ്ഞ ജൂൺ മാസത്തിൽ നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിഷയത്തിൽ ഗവൺമെന്റ് അന്വേഷിച്ചു. ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഡോക്ടർമാരാണ് അന്വേഷിച്ച ഒരു റിപ്പോർട്ട് ഗവൺമെന്റിന് കൊടുത്തു. അതിൽ 3 കണ്ടുപിടുത്തങ്ങൾ നടത്തി. ആ കണ്ടുപിടുത്തങ്ങൾ, ഒന്ന്, ഈ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ കോണ്ടാക്ട് റൂൾസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1962 റൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വയലേഷൻ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് റൊട്ടീനായി അദ്ദേഹത്തോട് ഒരു വിശദീകരണം ചോദിക്കണം. ഒന്നാമത്തെ കണ്ടെത്തൽ. രണ്ടാമത്തെ കണ്ടെത്തൽ, ഇവിടെ മെഡിക്കൽ കോളേജുകളിലടക്കം ഒരു ഉപകരണം വാങ്ങിക്കുമ്പോൾ അതിന്റെ വാങ്ങൽ പരിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുക, അത് സൂപ്രണ്ടുകൾക്ക് കൂടുതൽ തുക ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരം കൊടുക്കണം. അത് രണ്ടാമത്തെ ശുപാർശ. മൂന്നാമത്തെ ശുപാർശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ ഒരു പ്രധാനപ്പെട്ട ഉപകരണം കണ്ടെത്തിയിട്ടില്ല, അല്ലെങ്കിൽ കാണുന്നില്ല എന്ന് ഈ ഡോക്ടർ മിസ്റ്റർ ഹാരിസ് അടക്കം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അത് പരിശോധിക്കാൻ തീരുമാനിച്ചു. അത് പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട DME, ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനെ ചുമതലപ്പെടുത്തി. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണം കൃത്യമായി നിയമപരമായി അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അവസാനിപ്പിക്കും. ഏതെങ്കിലും ശുപാർശയുണ്ടോ, നിയമപരമായി ആ ശുപാർശ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം സംഘടിപ്പിക്കും. ഒരാളെയും ശരിക്കും പറഞ്ഞാൽ അപകീർത്തിപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോ ഉള്ള ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നില്ല. ശ്രീ ഹാരിസ് തന്നെ അന്വേഷണ കമ്മീഷനോട് പറഞ്ഞ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള ചില വസ്തുതാ പരിശോധനയാണ് നടക്കുന്നത്. അത് നിയമപരമാണ്, ഈ സംസ്ഥാനത്തെ നിയമപ്രകാരമാണ്, ഗവൺമെന്റ് ജീവനക്കാരുടെ കോണ്ടാക്ട് റൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ റൂളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അല്ലാതെ ഇവിടെ ഊതി വീർപ്പിക്കുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ ഹരാസ് ചെയ്യാനോ നടപടിയെടുക്കാനോ ഒന്നുമില്ല. ഇന്നലെ അവിടെ നടന്ന പത്രസമ്മേളനം തന്നെ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഹാരിസിനെതിരെ പ്രതിരോധ നടപടി, അല്ലെങ്കിൽ അതിന്റെ അച്ചടക്ക നടപടി എന്ന രൂപത്തിൽ അദ്ദേഹത്തെ അപമാനിക്കാൻ വലിയ ശ്രമം നടക്കുന്നു എന്ന രൂപത്തിലുള്ള പ്രചരണം വന്നപ്പോൾ അത് അങ്ങനെ ഒരു ശ്രമം നടക്കുന്നില്ല എന്ന് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പത്രസമ്മേളനം നടത്തിയത്. ഒരു ഘട്ടത്തിലും ആരെയും ഹരാസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഒരു തരത്തിലും ഇവിടെ ഉന്നയിക്കുന്നത് പോലെ ഈ വിഷയത്തിന് ഒരു പ്രാധാന്യമില്ല. നിയമപ്രകാരമുള്ള അന്വേഷണം, അത് നിയമപ്രകാരം, അത് എല്ലാ ജീവനക്കാരെയും ചേർത്ത് പിടിക്കുന്ന തരത്തിൽ, ആരോഗ്യ വകുപ്പിന്റെ നേട്ടങ്ങൾ കൃത്യമായി വിശദീകരിക്കുന്ന തരത്തിലായിരിക്കും. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഉപകരണം നഷ്ടപ്പെട്ടു എന്ന വിവരം അന്വേഷണ സംഘത്തിൽ ലഭിക്കുന്നു, അന്വേഷിക്കണമെന്ന് അങ്ങ് പറഞ്ഞു. അങ്ങനെ ഒരു ഉപകരണം നഷ്ടപ്പെട്ടതായിട്ട് ഹാരിസ് ചിറക്കൽ മൊഴി കൊടുത്തോ? യെസ്,
അങ്ങനെ ഒരു ഉപകരണം നഷ്ടപ്പെട്ടതായി ഡോക്ടർ ഹാരിസ് തന്നെ അന്വേഷണ കമ്മീഷന് മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട DME ആ വിഷയം അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു 2 വിഷയങ്ങളിലും റൊട്ടീനായിട്ടുള്ള ഒരു വിശദീകരണ കത്ത് കൊടുക്കുന്നതും അതുപോലെ തന്നെ ഇത് സൂപ്രണ്ടിന് ഉപകരണങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള തുകയുടെ ഒരു പരിധി, ആ പരിധി എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യങ്ങളിലും ശുപാർശയുണ്ട്. അത്തരത്തിൽ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് ഈ മൊഴി കൊടുത്തു എന്നവർ അങ്ങേക്ക് എങ്ങനെയാണ് ലഭിച്ചത്? ഈ അന്വേഷണ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അങ്ങേക്ക് പ്രത്യേകമായ വിവരമുണ്ടോ? അല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ ഓരോ ദിവസം പുറത്തു വന്നതല്ലേ. ഇപ്പോൾ സോഴ്സ് താങ്കൾ പറഞ്ഞാൽ മാത്രമാണല്ലോ അല്ലല്ലോ എനിക്ക് ഇത് ഈ വിഷയത്തിൽ മറുപടി പറയാൻ കഴിയും. അതിൽ തർക്കമൊന്നുമില്ല. ശരി, ഞാൻ അങ്ങേക്ക് വരാം. ശ്രീ VR അനൂപ്, ഇവിടെ അങ്ങനെ അപകീർത്തിപ്പെടുത്താനോ ഒന്നും ഉണ്ടായ കാര്യങ്ങളല്ല. ഒരു വിഷയം അദ്ദേഹം ഉന്നയിച്ചു, ഭരണകൂടം അത് നടപ്പാക്കി. ഉപകരണങ്ങൾ പെട്ടെന്ന് തന്നെ ഹൈദരാബാദിൽ നിന്ന് ഫ്ലൈറ്റിൽ വന്നു. ബാക്കിയുള്ള വിഷയങ്ങളിൽ ക്രമപ്രവർത്തമായ അന്വേഷണം നടത്തി. ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിച്ചു. ഇപ്പോൾ KGMC TM അതിൽ തൃപ്തരാണ്. ഇനിയൊരു നടപടിയൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. മന്ത്രി ഒട്ടും മിണ്ടുന്നുമില്ല. ഇത് സ്വാഭാവികമായൊരു നടപടിക്രമങ്ങളാണ്. ഒരു ഇല്ലാ വിഷയമാണ്. ഇല്ലാ വിഷയം മാധ്യമങ്ങൾ ഊതി ഉയർപ്പിക്കുകയാണ്. അങ്ങനെ തോന്നിയോ? എന്നോടാണോ? അതെ അനൂപ്. ആദ്യമായി ഞാൻ അരുൺകുമാറിന് നന്ദി പറയുകയാണ്. അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. അതാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അല്ല, രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയത്തെക്കുറിച്ചല്ല അരുൺകുമാർ പറഞ്ഞത്. ബോധ്യപ്പെടുത്തി കൊടുത്താൽ മതി. അല്ല, അരുൺകുമാർ പറഞ്ഞ ഉത്കണ്ഠയുണ്ടല്ലോ. രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ആ വിഷയമാണ് ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ടത്. അത് അർഹിക്കുന്ന പ്രാധാന്യത്തിൽ ചർച്ച ചെയ്യണമെന്നുള്ളത് അദ്ദേഹം ദേശാഭിമാനിയെ കൂടി ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ നന്നായനെ. ബംഗാളിലെ ഗണശക്തി അതിനെ സമീപിച്ചതും കേരളത്തിൽ ദേശാഭിമാനി അതിനെ സമീപിച്ചതും എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അരുൺകുമാർ അതൊന്ന് ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഇത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നമായി മാത്രം ഞങ്ങൾ കാണുന്നില്ല. പ്രാഥമികമായി ഇത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. പക്ഷേ കേരളത്തിലെ സർക്കാർ സംവിധാനം, അതിനോട് അനുഭാവമുള്ള ആളുകൾ പോലും ചെറിയ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരെ എങ്ങനെ നേരിടുന്നു എന്നതിൻ്റെ ക്ലാസിക്കലായ ഉദാഹരണമാണ് ഈ പറയുന്ന ഡോക്ടർ ഹാരിസ്. അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് എന്നതിലുപരി CPM-നോട് രാഷ്ട്രീയമായി അനുഭാവമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടല്ലോ. അദ്ദേഹം നേരത്തെ പറഞ്ഞ സർക്കാർ വിമർശനം ഉന്നയിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ UDF നേടിയ വിജയം, നിലമ്പൂരിലെ വിജയം മുസ്ലിം തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണെന്ന് പറഞ്ഞ അത്രമാത്രം CPM പ്രൊപ്പഗാൻഡകൾ പ്രചരിപ്പിച്ചിട്ടുള്ള ഒരാളാണ്, അവരുടെ അനുഭാവിയാണ്. അദ്ദേഹം തന്നെ ഇത്തരം ഒരു ആരോപണം, ഒരു ഗതികേട് കൊണ്ട് ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നത് എന്താ? പലപ്പോഴും CPM-നെ അനുകൂലിച്ചുകൊണ്ട് അഭിപ്രായ പ്രകടനം നടത്തുന്ന ആളുകൾ പോലും മുസ്ലിങ്ങളാണെങ്കിൽ അത്തരം രാഷ്ട്രീയമായ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരെ മൗദൂദിയും സുഡാപ്പിയുമാക്കുന്ന ഒരു CPM സൈബർ ശൈലി ഇവിടെ നിലവിലുണ്ട്. ഇവിടെ ഇദ്ദേഹത്തെ പരസ്യമായി അദ്ദേഹത്തെ കുറ്റവാളിയാക്കാൻ ശ്രമിച്ചു, കള്ളനാക്കാൻ ശ്രമിച്ചു. ഇവിടെ അരുൺകുമാർ അങ്ങനെ അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് അങ്ങനെ ആവില്ല. രാഷ്ട്രീയമായ വിമർശനങ്ങളല്ല, ഒരു രാഷ്ട്രീയമായി യോജിച്ചു നിൽക്കുന്ന ആളുകൾ പോലും സർക്കാരിനെതിരെ ഏതെങ്കിലും ചെറിയ തലത്തിൽ വിമർശനം ഉന്നയിച്ചാൽ അവരെ ഗൂഢാലോചന നടത്തുന്ന ആളുകളായും അവരെ രാഷ്ട്രീയമായി തീവ്രവാദികളായും അല്ലെങ്കിൽ ഞങ്ങളോട് യോജിക്കാത്തവരൊക്കെ മൗദൂദി സുഡാപ്പികളായും ചിത്രീകരിക്കുക എന്ന് പറയുന്നത് CPM-ന്റെ പതിവ് സ്വഭാവമാണെന്നേ. ഇത് ഡോക്ടർ ഹാരിസിൽ തുടങ്ങുന്നതോ ഡോക്ടർ ഹാരിസിൽ അവസാനിക്കുന്നതല്ല. ഇപ്പൊ ജിഷ്ണു പ്രണോയിയുടെ മാതാവ് ഇവിടെ പിണറായി വിജയനെ കണിവെച്ച, വിഷുവിന് പിണറായി വിജയന്റെ പടം കണിവെച്ച് മാത്രമുള്ള ഒരു പാർട്ടി കുടുംബത്തിൽ നിന്ന് ജിഷ്ണു പ്രണോയിയുടെ മാതാവ് മഹിജയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന് നമ്മൾ കണ്ടതല്ലേ. ഇപ്പോൾ പോലും അലൻ ഷുഹൈബിന്റെ അച്ഛൻ എന്ന് പറയുന്നത് CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയാണ്. അലൻ ഷുഹൈബിനെ പോലും ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു തൊഴിലെടുക്കാൻ, അദ്ദേഹത്തിന് വക്കീൽ ഓഫീസിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ കേരളത്തിന്റെ പിണറായി വിജയന്റെ പോലീസ് പിന്തുടരുകയാണ്. ഞങ്ങൾ പറയുന്നത് എന്താ? നിങ്ങളോട് രാഷ്ട്രീയമായി അനുഭാവമുള്ള ആളുകൾ പോലും നിങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിച്ചാൽ അതിന്റെ പിറ്റേ ദിവസം മുതൽ അവരെ വേട്ടയാടുന്ന നിലപാടെന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ സ്റ്റാലിനിസ്റ്റ് സ്വഭാവമാണ്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ഇത് വെളിച്ചത്ത് കൊണ്ടുവന്നു എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ കേരളത്തിലെ CPM അതിന്റെ അനുഭാവികളായ ആളുകളെ കൂടി വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ എത്ര ക്രൂരമായാണ് നേരിടുന്നതിന് ഉദാഹരണമല്ലേ ഹാരിസിന്റെ കാര്യത്തിൽ ഉണ്ടായത്. ഇപ്പൊ ഡോക്ടർ ഹാരിസ് ഒരു ഡോക്ടർ ആയതുകൊണ്ട്, അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഡോക്ടർമാരുടെ സംഘടന വളരെ ശക്തമായി നിലയുറപ്പിച്ചതുകൊണ്ട് അദ്ദേഹം മൗദൂദിയും സുഡാപ്പിയുമാകാതെ ഒരു പരിധിവരെ രക്ഷപ്പെട്ടു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരിക്കലും ഈ ഡോക്ടർ ഹാരിസിനെ മൗദൂദി സുഡാപ്പി ഒന്നും ആരും വിളിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോ ഒരു എതിർ
സർവീസ് സംഘടനയിൽപ്പെട്ട ഒരാളായിരുന്നുവെങ്കിൽ, ഡോക്ടർ ഹാരിസ് ഒരു എതിർ രാഷ്ട്രീയ നിലപാടുള്ളതായിരുന്നു ഡോക്ടറെങ്കിൽ അവരോട് സ്വീകരിക്കുന്ന നിലപാട് തങ്ങളുടെ കൂട്ടത്തിലുള്ളവരോട് സ്വീകരിക്കുന്നു. അപ്പോൾ സ്വജനപക്ഷപാതമില്ലാത്ത ഒരു സമീപനമാണ് സർക്കാരിൻ്റെതെന്നും വ്യാഖ്യാനിക്കാതെ. അല്ല, ഈ ഡോക്ടർ ഹാരിസ് നിലമ്പൂർ ഇലക്ഷന്റെ പിറ്റേ ദിവസം ആ ജനവിധി എന്ന് പറയുന്നത് മുസ്ലിം തീവ്രവാദികളുടെ പിന്തുണയിൽ UDF-ന് കിട്ടിയ ജനവിധിയാണെന്ന് പറയാൻ മാത്രം CPM-നോട് അനുഭാവം പുലർത്തുന്ന ആളാ. അതുകൊണ്ട് മാത്രം അദ്ദേഹം കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇവർ അത്തരം അനുഭാവം സ്വീകരിക്കുന്ന ആളായിട്ട് പോലും അദ്ദേഹം അത്തരം ഒരു നിലപാട് സ്വീകരിച്ചതിന്റെ പിറ്റേ ദിവസം മുതൽ സർക്കാരിനെ കുഴപ്പത്തിലാക്കാനാണ്, സർക്കാരിനെതിരെയാണ്, ഗൂഢാലോചനയാണ് എന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ ഡോക്ടർ ഹാരിസ് രക്ഷപ്പെട്ടു, പക്ഷെ രക്ഷപ്പെടാത്ത മനുഷ്യന്മാരില്ലേ? ഈ പറയുന്ന മഹിജ, ജിഷ്ണു പ്രണോയുടെ അമ്മ, അലൻ ഷുഹൈബ്, ഈ കേരളത്തിലെ CPM-ന്റെ സർക്കാർ വിമർശനങ്ങളോട് സ്വീകരിക്കുന്ന ഒരു സമീപനം, അത് ഡോക്ടർ ഹാരിസ് ആകട്ടെ, ഡോക്ടർ ഹാരിസിനെ പോലെ ചോദിക്കാനും പറയാനും ആളില്ലാത്ത, പ്രൊഫഷണൽ സംഘടനയുടെ പിന്തുണയില്ലാത്ത, ഗവൺമെന്റ് തലത്തിലുള്ള ഡോക്ടർമാരുടെ സംഘടനയുടെ പിന്തുണയില്ലാത്ത സാധാരണക്കാരോട് പോലും സ്വീകരിക്കുന്ന സമീപനങ്ങളുണ്ടെന്നേ. ഇതിപ്പോൾ കൃത്യമായി അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ വൈദഗ്ധ്യത്തെ ഒരാൾക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് വളരെ കൃത്യമാണ്. എന്നിട്ട് കൂടി അദ്ദേഹം ഈ കുറച്ച് ദിവസം അദ്ദേഹത്തെ പോലെ ഒരാൾ കള്ളനാണെന്ന് ഇവിടെ, അല്ലെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന ഒരു കൃത്രിമം നടത്തി എന്നുള്ള തരത്തിലുള്ള ആഖ്യാനങ്ങൾ ഉണ്ടാവുകയാണ്. മന്ത്രി തന്നെ പറയുകയാണ് ഉപകരണം കാണാതായിന്ന്. ഇപ്പോൾ അരുൺകുമാർ പറയുന്നു അദ്ദേഹത്തിന് എവിടെ നിന്നൊരു പ്രത്യേക വിവരം ലഭിച്ചു. എന്നിട്ട് അതിനൊരു മാധ്യമം ചർച്ചക്കെടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ, ഇതൊരു നോൺ ഇഷ്യൂ ആണെന്ന്. ഇഷ്യൂ ആയെന്ത്, നോൺ ഇഷ്യൂ എന്ത് എന്ന് തീരുമാനിക്കുന്ന അരുൺകുമാറാണോ? ഇവിടെ കേരളത്തിൽ ഒരു വിഷയം ഉന്നയിച്ചതിന്റെ പേരിൽ ഒരു ഡോക്ടർക്ക് നേരിടേണ്ടി വന്ന പരിണിതി. കഫീൽ ഖാനെതിരെ നമ്മൾ പറയുന്നത് എന്താ, UP-യിൽ അദ്ദേഹം ഉന്നയിച്ച വിഷയത്തെ തുടർന്ന് അദ്ദേഹത്തിന് കുറ്റവാളിയാക്കാനുള്ള ശ്രമങ്ങൾ സംഘപരിവാർ നടത്തിയെങ്കിൽ കേരളത്തിനകത്ത് ഈ പറയുന്ന വിഷയമുണ്ട്. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരനെ പോലുള്ള ആളുകൾക്ക് പോലും സ്വയം ട്രോളാണെന്ന് അറിയാതെ അത് പറയേണ്ടി വന്നു. ഇവിടെ യാഥാർത്ഥ്യം അതല്ലേ? കേരളത്തിലെ ഒരു ഈ പറയുന്ന ആരോഗ്യ മേഖലയിൽ ഒന്നാമത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിരന്തരം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. ആ സംഭവങ്ങളെ അഡ്രസ് ചെയ്യാനല്ലല്ലോ സർക്കാർ ശ്രമിക്കുന്നത്, ആ സംഭവത്തിന്റെ മൂലകാരണങ്ങൾ കണ്ടെത്താനല്ലോ ശ്രമിക്കുന്നത്. മറിച്ച് അത് ഉന്നയിച്ച ആളുകളെ കുറ്റവാളിയാക്കുക എന്നുള്ള നിലപാടാണെന്ന് പറയുന്നത്. ആ ഡോക്ടർ ഹാരിസ് ഇപ്പോൾ തൽക്കാലം രക്ഷപ്പെട്ടു, പക്ഷേ സർക്കാരിന്റെ സമീപനം, സർക്കാർ ഇക്കാര്യത്തിൽ പുലർത്തുന്ന നിലപാട്, സർക്കാർ ഇതിനെ ന്യായീകരിക്കുന്ന, സർക്കാരുമായി ബന്ധപ്പെട്ട ഈ സൈബർ അനുഭാവികൾ ഇതിനെ ന്യായീകരിക്കുന്നത്, അതിനെ ചോദ്യം ചെയ്യണം. ഒരു സംശയമില്ല. അതിന് ഹാരിസ് അതിനെ എന്തു പറഞ്ഞു? ഹാരിസ് ഒരു സർക്കാർ സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. ഹാരിസിന് അറിയാം ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാരിന്റെ കീഴിൽ നിന്ന് എന്തൊക്കെ ആണ് അനുഭവിക്കേണ്ടി വരുന്നതെന്നുള്ള ഉത്തമ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഈ CPM-ന്റെ കടുത്ത അനുഭാവിയായിട്ട് പോലും അദ്ദേഹം നേരിടേണ്ടി വരുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പം അദ്ദേഹം പറയില്ല. പക്ഷേ നമ്മളുടെ മുന്നിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കേരളത്തിൽ സർക്കാർ സംവിധാനത്തിൽ ഇരിക്കുന്ന ഒരാൾ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അവർ ഏത് സമയവും സംസ്ഥാന ദ്രോഹിയാകാം. എങ്ങനെയാണോ ദേശീയ തലത്തിൽ BJP സംഘപരിവാർ രാജ്യദ്രോഹികൾ ഉണ്ടാക്കുന്നത് പോലെ കേരളത്തിൽ സംസ്ഥാന ദ്രോഹികളെ തെരഞ്ഞുപിടിച്ച് സൃഷ്ടിക്കുന്ന, അവരെ വേട്ടയാടുന്ന ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. ഈ സിസ്റ്റത്തിന്റെ പരാജയം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ പരാജയമാണ്, വീണ ജോർജിന്റെ പരാജയമാണ്. ഈ സിസ്റ്റം എന്ന് പറയുന്നത് വേറിട്ട് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ല. സിസ്റ്റത്തെ നമുക്ക് തൊട്ട് കാണിക്കാൻ കഴിയും. വീണ ജോർജ്, പിണറായി വിജയനുമാണ്. ശരി, ഡോക്ടർ ബാസിത്ത്, ഇവിടെ ഒരു ഡോക്ടർ അരുൺകുമാർ പറഞ്ഞത് ഇങ്ങനെ ഒരു ഉപകരണം കാണാതെ പോയി എന്ന് മൊഴി കൊടുത്തത് തന്നെ ഡോക്ടർ ഹാരിസ് ആണ് എന്നാണ്. അങ്ങനെ ആ ഉപകരണത്തെക്കുറിച്ച് നമുക്കറിയാം. ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പലിന് ആ ഉപകരണത്തെക്കുറിച്ച് അറിയില്ല. അത് ഓസിലോസ്കോപ്പ് ആണോ അതല്ല നെഫ്രോസ്കോപ്പ് ആണോ എന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഒരു ന്യൂറോ സർജനായ തൊട്ടടുത്തിരിക്കുന്ന ഡോക്ടർ സുനിലിനും അറിയില്ല എന്താണ് അതറിയാവുന്ന ഒരാൾ ഹാരിസാണ്. അപ്പോൾ അത് കാണാതെ പോയി എന്ന വിവരം മൊഴിയായിട്ട് കൊടുത്തിട്ടുണ്ടാവുമോ ഹാരിസ്? അത് ഇന്നലെ ഡോക്ടർ ഹാരിസിനോട് നമ്മൾ ചോദിക്കേണ്ടായി എന്താണ് സംഭവം എന്നത്. പലർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം തെറ്റിദ്ധാരണകരമായിട്ട് പ്രചരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഇത് ടിഷ്യൂ മോസിലേറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണമാണ്. ഈ പറയുന്ന ഒരു ഉപകരണം ഇത് സാധാരണ ഈ ലാപ്രോസ്കോപ്പിക് സർജറിയിൽ നിങ്ങൾക്കറിയാം, താക്കോൽ ദ്വാര സർജറിയിൽ വളരെ ചെറിയ ഒരു ഇൻസിഷൻസ് മാത്രമേ 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ഉള്ള മുറിവുകളിലൂടെയാണ് ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഗർഭപാത്രം പോലുള്ള അല്ലെങ്കിൽ കിഡ്നി പോലുള്ള അത്തരം വലിയ അവയവങ്ങൾ നമുക്ക് ഈ മുറിവിലൂടെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ അവയവങ്ങൾ ആ ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ ജ്യൂസ പോലെ ആക്കുന്ന അതിനാണ് മോസിലേറ്റർ എന്ന് പറയുന്നത്. ആ ഉപകരണത്തെ പറ്റിയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് നഷ്ടപ്പെട്ടു എന്നൊരു മൊഴി നൽകിയിട്ടില്ല. ഇതിൻ്റെ കാര്യം അദ്ദേഹം കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. കാരണം ഈ മൊഴി എഴുതി തയ്യാറാക്കിയത് മലയാളത്തിലാണ്. മലയാളത്തിലുള്ള മൊഴി അദ്ദേഹം
നോക്കുമ്പോൾ തന്നെ അത് വായിക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ വ്യാകരണങ്ങൾ തെറ്റായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ എഴുതുന്ന ആ ഒരു ലേഡിയോട് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ഞാൻ എഴുതി തരാം, ഇതിൻ്റെ ഇത് കുറേ അക്ഷരത്തെറ്റുകളുണ്ട്, വായിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇവർ പറഞ്ഞാൽ കുഴപ്പമില്ല സാറേ, സാറ് ഒപ്പിട്ടാൽ മതി, സാറിന് തിരക്കുണ്ടാവുമല്ലോ. അപ്പോൾ ഈ മലയാളത്തിൽ എഴുതിയ ഒരു മൊഴിയാണ് ഡോക്ടർ ഹാരിസ് ഒപ്പിട്ടിട്ട്. പക്ഷേ ഇതിപ്പോൾ വന്നിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് ഇംഗ്ലീഷിലെ റിപ്പോർട്ട്, അദ്ദേഹം ആ ഒരു ഇംഗ്ലീഷിലുള്ള റിപ്പോർട്ട് അദ്ദേഹം ഒപ്പിട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അദ്ദേഹം ഈ ഒരു മോസിലോസ്കോപ്പിൻ്റെ കാര്യം അദ്ദേഹം പറയുണ്ടായി. അനൗപചാരികമായിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തോട് ചോദിക്കേണ്ടായി, ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെൻ്റ് കാണാനില്ല എന്ന് കേട്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു കാണാനില്ല എന്നത് പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. കാരണം അങ്ങനെ പറഞ്ഞപ്പോൾ ഇത് കൺഫേം ചെയ്തിട്ട് ആണോ അങ്ങനെയാണോ എന്ന് അദ്ദേഹം ചോദിക്കേണ്ടായി. ഇതാണ് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് കാണാനില്ല എന്നുള്ള രീതിയിൽ പ്രചരിക്കപ്പെട്ടത്. ഇത് ആദ്യം ഓസിലോസ്കോപ്പ് എന്ന് പറഞ്ഞു, പിന്നെ മോസിലോസ്കോപ്പ് എന്ന് പറഞ്ഞു. സത്യത്തിൽ ഇത് ടിഷ്യൂ മോസിലേറ്റർ എന്ന് പറയുന്ന ഉപകരണം കാണാനില്ല എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അതെ, അത് ഏതാ ഉപകരണം? കാരണം ഒരുപാട് ഉപകരണങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായാലും ഇപ്പോൾ അന്ന് അന്താളിച്ചു പോകും. കാണാനില്ലേ എന്നുള്ള രീതിയിൽ ഇല്ലേ എന്നുള്ളൊരു ആശ്ചര്യം പ്രകടിപ്പിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മൊഴിയായിട്ടും പിന്നെ ഇങ്ങനെ ഒരു വന്നത്. അങ്ങനെ ഒരു മൊഴി അദ്ദേഹം കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം. അങ്ങനെ ഒരു മൊഴി ഉണ്ട് എന്നിപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. നമ്മളാരും അന്വേഷണ റിപ്പോർട്ട് കണ്ടിട്ടുമില്ല. ബാസിത്ത്? അതെ, നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹം. പക്ഷേ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് അദ്ദേഹത്തോട് ഇന്നലെ സംഘടന ചോദിക്കുകയുണ്ടായി. അപ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ ഞാനിവിടെ അറിയിച്ചത്. അതായത് ഈ നൽകിയ മൊഴിയിൽ പിന്നീട് എഴുതി തയ്യാറാക്കിയതിൽ ഇങ്ങനെ ഒരു പരാമർശമേ ഇല്ല. അറിയില്ല, അത് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ മൊഴി ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇന്നലെ അദ്ദേഹത്തോട് ചോദിക്കേണ്ടായി, ഇങ്ങനെ ഒരു മൊഴി താങ്കൾ നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് നൽകിയ വിശദീകരണമാണ് ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞത്. ഓക്കെ, അല്ലാതെ മൊഴി നൽകിയിട്ടില്ല. അങ്ങനെ ചോദിച്ചപ്പോൾ അനൗപചാരികമായിട്ട് കാണാൻ അറിയില്ല, പരിശോധിക്കാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഈ പ്രിൻസിപ്പാലിനും ഈ ന്യൂറോ സർജനും ഈ ഉപകരണം ഏതാണെന്ന് അറിയില്ല, ആ ഉപകരണം അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യവുമല്ല. അപ്പോൾ ഏതോ ഉപകരണത്തെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം അന്താളിച്ചു പോയതാകാം. അത്രേ ഉള്ളൂ. കേട്ടല്ലോ അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇതാണ് സംഭവം. അതാണ് നിങ്ങൾ മൊഴിയുണ്ടെന്ന് തർപ്പിച്ച് പറയും. നിങ്ങളുടെ സ്രോതസ് നിങ്ങൾക്ക് നൽകുന്ന വിവരം അതാണ്. അതെ, ഒരു യൂണിയന്റെ നേതാവ് വന്ന് അവർ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞ കാര്യം വന്ന് പറയുമ്പോൾ അത് ആധികാരികം. ഇവിടെ കൃത്യമായി മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ചിട്ടുണ്ട്, പ്രിൻസിപ്പൽ പ്രതികരിച്ചിട്ടുണ്ട്, സൂപ്രണ്ട് പ്രതികരിച്ചിട്ടുണ്ട്, ഇതേ ഡോക്ടർ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഇതിപ്പോ അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആദ്യത്തെ കമ്മീഷൻ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തു, അതിൽ ചില ശുപാർശകൾ വന്നു, അതെല്ലാം നിയമപരമാണ്, സർക്കാർ ജീവനക്കാരുടെ കോൺട്രാക്ട് റൂൾസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അതിൽ ഉള്ള ശുപാർശ നടപ്പാക്കുന്നു. രണ്ടാമത് അതിൽ വന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള DME അന്വേഷണം നടത്തുന്നു. അതിന്റെ റിപ്പോർട്ട് വരട്ടെ. അതിനിടയിൽ തന്നെ ആരെങ്കിലും ക്രൂശിക്കാനോ അപമാനിക്കാനോ ഒന്നും ഗവൺമെന്റ് ശ്രമിച്ചിട്ടില്ല. മാധ്യമങ്ങൾ ഇവിടെ ആദ്യം കൊടുത്ത തന്നെ എല്ലാം ഡോക്ടർക്ക് അനുകൂലം, മൊഴികളെല്ലാം ഡോക്ടർക്ക് അനുകൂലം, വലിയ ഹെഡിങ് വന്നാണ് മാധ്യമങ്ങളിൽ. അതുപോലെ മന്ത്രിയുടെ വാദം പൊളിയുന്നു, അതുപോലെ തന്നെ ഡോക്ടറെ കുടുക്കാൻ കമ്മീഷൻ, ഇവിടെ വന്ന ചില പത്രങ്ങളുടെ ഹെഡിങ് ആണ്. അതുപോലെ മന്ത്രി പ്രതിക്കൂട്ടിലാകുന്നു, മന്ത്രിയുടെ വാദം പൊളിയുന്നു, ഓരോ ദിവസം വന്ന വാർത്തയാണ്. ഇത്തരത്തിൽ ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർമാർ അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോഴേക്കും തൊടുപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്തരം വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആധികാരികമായിട്ടുള്ള റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം നമുക്ക് അതിന്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കാം എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. പിന്നെ ബഹുമാനപ്പെട്ട ഒരു ഡോക്ടറുടെ കീഴിലുള്ള ഒരു മുറി അനധികൃതമായി അദ്ദേഹത്തിന് അനുമതിയില്ലാതെ തുറക്കാതെ മറ്റൊരു പൂട്ടുക, അതിൽ CCTV ആരെങ്കിലും കയറിപ്പോയി അതിനേക്ക് എന്ന് ദുസ്സൂചനയോടുകൂടി വാർത്താ സമ്മേളനത്തിൽ പറയുക, ഇതിനൊന്നും ഒരു പ്രശ്നവുമില്ല, അതിന് ചട്ടലംഘനമില്ല, അതിന് നടപടിയില്ല, ശിക്ഷയില്ല. ഈ ആശുപത്രിയിൽ ആവശ്യത്തിന് ഉപകരണങ്ങളില്ല എന്ന് പറഞ്ഞ ആൾക്കെതിരെ വലിയ അന്വേഷണ കമ്മീഷനുകൾ, വാർത്താ സമ്മേളനങ്ങൾ, മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ. ഇതാണ് സിസ്റ്റം. അഡ്വക്കേറ്റ് അരുൺകുമാർ. അതെ, ഇതൊക്കെ നിങ്ങൾ ഒരു സൈഡ് മാത്രം നോക്കുന്നുകൊണ്ടാണ്. ഈ കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ നേട്ടങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിത്വം തന്നെയല്ലേ താങ്കൾ. ഈ രാജ്യത്ത് തന്നെ അവസാനത്തെ 3 വർഷം ഏറ്റവും കൂടുതൽ രോഗികൾക്ക് സൗജന്യ ചികിത്സ കൊടുത്തതിന് കേന്ദ്രം ഡൽഹിക്ക് വിളിച്ച് അവാർഡ് കൊടുത്ത ആരോഗ്യമന്ത്രിയാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി. താങ്കൾക്കറിയാമോ, ഇവിടെ 12 പേരെ എടുത്താൽ അതിൽ ഒരാൾ സൗജന്യ ചികിത്സ തേടുന്നവരാണ്. അതിൽ എത്ര രൂപയാണ് അതിനുവേണ്ടി മാറ്റിവെച്ചതെന്നെല്ലാം കൃത്യമായിട്ടുള്ള കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. ആ 30,000 കോടി രൂപയാണ് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചത്. ഈ ഒരു ഘട്ടത്തിൽ ഒരു ഡോക്ടർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു. ഇപ്പോൾ മീഡിയ 1 ചാനലിൽ ഏതെങ്കിലും താങ്കൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം കേടായാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പാകപ്പിഴ വന്നാൽ താങ്കൾ ഫേസ്ബുക്ക് കുറിപ്പല്ലല്ലോ ഇടുക, അതിൻ്റെ അതോറിറ്റിയെ അറിയിക്കുകയല്ലേ ചെയ്യുക. ആ അതോറിറ്റിയെ അറിയിച്ചിട്ടും മേടിച്ച് തന്നില്ലെങ്കിലും താങ്കൾ ഫേസ്ബുക്ക് കുറിപ്പ് ഇടുമോ? ഇല്ലല്ലോ. അപ്പോൾ ഒരു സർക്കാർ ജീവനക്കാരന്
താങ്കൾ ഒരു സ്വകാര്യ ചാനലിലാണ്, ഒരു സർക്കാർ ജീവനക്കാരന് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്, റൂൾസ് ഉണ്ട്. അത് പാലിക്കാതെ വരുമ്പോൾ ഒരു കമ്മീഷനെ വെച്ച് അന്വേഷിക്കേണ്ടേ? ഒന്ന്. രണ്ടാമത്, അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണോ? ഈ പ്രോബ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പ്രോബ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് സമയത്ത് കിട്ടാത്തത് ആരുടെ ലാപ്സാണ് എന്ന് പരിശോധിക്കണ്ടേ? അത്തരം ഒരു പരിശോധന ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച ഒരു പാനലിനെ കൊണ്ട് നടത്തുമ്പോൾ മുതൽ ഇവിടുത്തെ മാധ്യമങ്ങൾ നടത്തിയ പ്രചരണം എന്താണ്? ആ പ്രചരണം നടത്തുമ്പോഴും ഗവൺമെന്റ് നിയമപരമായിട്ട് അത് അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ എന്ന് തന്നെയല്ലേ സൂചിപ്പിച്ചത്? തന്റെ പ്രോബ് കിട്ടിയില്ല, അല്ലെങ്കിൽ അത് ഡാമേജ് വന്നു, ഓപ്പറേഷൻ മുടങ്ങി എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ തൊട്ടടുത്ത യൂണിറ്റിൽ മറ്റൊരു ഡോക്ടർ ഇതുപോലുള്ള പ്രോബ് ഉപയോഗിച്ചുകൊണ്ട് ഓപ്പറേഷൻ നടത്തുന്നില്ലേ? തന്റെ മുന്നിൽ വന്ന രോഗിയെ വേണമെങ്കിൽ അങ്ങോട്ട് റെഫർ ചെയ്യാമായിരുന്നല്ലോ, അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടറുടെ പ്രോബ് മേടിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഓപ്പറേഷൻ തുടരാമായിരുന്നല്ലോ. അങ്ങനെ പല റെമഡീസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് പ്രയോജനപ്പെടുത്താതെ സോഷ്യൽ മീഡിയയിലെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ നിശ്ചിതമായി വിമർശിക്കുന്ന തരത്തിൽ ഉള്ള ഒരു പോസ്റ്റ് വന്നു. വിമർശനത്തെ ഞങ്ങൾ ആരും ഭയപ്പെടുന്നില്ല. നിരവധി വിമർശനങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ ആ വിമർശനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് പ്രതിനിധിയൊക്കെ 9ാം വർഷവും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കുന്നത്. വീണ്ടും വീണ്ടും ആജീവനാന്തം പ്രതിപക്ഷത്തിരിക്കാൻ പോകുന്നത്. ആദ്യം ആരോഗ്യമന്ത്രി സ്വീകരിക്കേണ്ടതാണ്. പക്ഷെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ശത്രുക്കളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കുന്ന എന്തോ പരിപാടിയായിട്ടാണ് പറഞ്ഞത്. അങ്ങനെയാണോ നിങ്ങൾ സ്വദേശത്തോടുള്ള വിമർശനത്തെ സ്വാഗതം ചെയ്യുന്നത്? കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കുറിച്ച് ഡോക്ടർ ഹാരിസിന് ഒരു പ്രശ്നവുമില്ല. ഈ സർക്കാരിനെ കുറിച്ച് അദ്ദേഹത്തിന് വേറെ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. അദ്ദേഹം ആ ഇഷ്യൂ മാത്രമാണ് അദ്ദേഹത്തിന് ആരോഗ്യമന്ത്രിയോടോ മുഖ്യമന്ത്രിയോടോ സർക്കാരിനോടോ പാർട്ടിയോടോ ഒന്നും ഒരു പ്രശ്നവുമില്ല. അപ്പൊ അങ്ങനെ ഒരു വിവരം ഒരു വിസിൽ ബ്ലോവറെ പോലെ വിളിച്ചു പറയുമ്പോൾ ലോകത്തുള്ള സകല വിസിൽ ബ്ലോവർമാരെയും CPM സർക്കാരും പിന്തുണയ്ക്കും. പക്ഷേ സ്വന്തം വീട്ടിൽ സ്വന്തം സംസ്ഥാനത്ത് പറ്റില്ല. ഇതാണ് നയം. അതല്ല, അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഇപ്പൊ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, താങ്കളെ കോട്ട് ചെയ്തുകൊണ്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞല്ലോ. ഞാനൊരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകനാണ്, ഒരു ഘടകത്തിലിരിക്കുന്നതാണ്. എൻ്റെ ഘടകത്തിൽ ഉന്നയിക്കേണ്ട വിമർശനം ഞാൻ വന്ന് ഉന്നയിക്കേണ്ടത് സോഷ്യൽ മീഡിയയിലോ മാധ്യമത്തിലോ അല്ല. അത്തരത്തിൽ ഉണ്ടായ ഒരു വിമർശനം എന്തിനേയും എതിർക്കാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്ന പ്രതിപക്ഷമുണ്ട് ഇവിടെ. സത്യം എന്തെന്ന് പോലും പരിശോധിക്കാതെ എതിർക്കാൻ വേണ്ടി തന്നെ ഇരിക്കുന്ന പ്രതിപക്ഷം. അത്തരം പ്രതിപക്ഷത്തിന് ഒരു വലിയ ഒരു അവസരം ഒരുക്കുന്ന തരത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ അജണ്ട നിർമ്മിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് റാങ്കും സർക്കാർ ഫണ്ടും ചെലവഴിക്കുന്നത് പ്രതിപക്ഷം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ അനിവാര്യമാണ്. അവർക്ക് നിങ്ങളെ വിമർശിക്കാൻ ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. യെസ്, അത് പ്രതിപക്ഷം വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും. പക്ഷേ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് നോട്ട് എ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ഇറ്റ് ഈസ് എ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സതീശനെതിരെയാണ്. താങ്കൾക്കറിയോ? അതുപോലെ തന്നെ രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞ ഇത് മര്യാദകേടാണ്. ഞാൻ പറയട്ടെ, ഒരു ചോദ്യത്തിന് താങ്കളുടെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴേക്കും ആ ഉത്തരം തനിക്ക് കൃത്യമായിട്ട് കൊള്ളുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന് നിങ്ങൾക്ക് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എന്തോ ശത്രുക്കളാണ്, സംസ്ഥാന ശത്രുക്കളാണ്. അത് അങ്ങനെയല്ല. ജനാധിപത്യത്തിൽ അനിവാര്യമായ ഒരു ഘടകമാണ് പ്രതിപക്ഷം. അത് കോടതി പറഞ്ഞാലും ആര് പറഞ്ഞാലും ജനാധിപത്യത്തിൽ പ്രതിപക്ഷം അനിവാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ല, ഞാൻ ചർച്ചയിൽ തുടരില്ല. അല്ലല്ല, ഇത് മര്യാദകേട്. എന്റെ ഓരോ മറുപടിക്കും ഇത്തരത്തിൽ ഇടപെട്ട് ജനങ്ങൾ കേൾക്കരുത് എന്ന് ധരിക്കുന്നത് നിങ്ങൾ പറഞ്ഞു. തടസ്സപ്പെടുന്നില്ല പറയാനുള്ളത് പറയാം. പക്ഷേ ഈ പറയുന്ന ജനാധിപത്യ വിരുദ്ധത അത് ചോദ്യം ചെയ്യപ്പെടും. ജനാധിപത്യ വിരുദ്ധതയായതുകൊണ്ടാണ്. എന്താ അജിംസിന് ഇത്ര പൊള്ളൽ? എനിക്ക് പൊള്ളുന്നില്ല. നിങ്ങൾ ജനാധിപത്യത്തെ അറ്റാക്ക് ചെയ്യുന്നത്. നിങ്ങൾ പ്രതിപക്ഷം അനാവശ്യ അവസരങ്ങൾ എടുത്ത് സർക്കാരിനെ വിമർശിക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്തോ പ്രശ്നമാണെന്ന് പറയുന്നത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന വാദമാണ്. അല്ല, കേരളത്തിന്റെ ഹൈക്കോടതി അങ്ങനെ പറഞ്ഞില്ലേ? സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയെ പറ്റി പറഞ്ഞെന്താ? നിങ്ങൾക്ക് രാജ്യസ്നേഹമില്ല എന്നാണ്. ഏത് കാര്യത്തിൽ കോട്ട് ചെയ്യുമ്പോൾ താങ്കൾക്ക് എന്തിനാ അത്ര ബുദ്ധിമുട്ട്? ഞാൻ സുപ്രീം കോടതിയെ കോട്ട് ചെയ്യുന്നു. കോൺഗ്രസിന്റെ കോൺഗ്രസിനല്ല. നാളെ നിങ്ങളാണ് പ്രതിപക്ഷത്തിലെങ്കിലും ഈ നിലപാടായിരിക്കും. നാളെ നിങ്ങൾ പ്രതിപക്ഷത്ത് വന്നാലും നിങ്ങൾക്ക് സർക്കാരിനെ വിമർശിക്കാനുള്ള നിങ്ങളുടെ അധികാരത്തെ പിന്തുണച്ചിരിക്കും. അതാണ് ജനാധിപത്യം. അല്ല അജിംസെ, ആ നിലപാടൊന്നും അജിംസിന്റെ നിലപാട് കയ്യിൽ ഇരുന്നാൽ മതി. രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ അത് പ്രതിപക്ഷ നേതാവിന് മാത്രം പോരാ,
അല്ല, മുഖ്യമന്ത്രിക്ക് മാത്രം പോരാ, അത് പ്രതിപക്ഷ നേതാവിനും കൂടി വേണം. അതുകൊണ്ട് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യണമെന്ന് ഈ കേരളത്തിൽ, ഈ രാജ്യത്ത് ഏതെങ്കിലും കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട VD സതീശനെതിരെയാ. എന്തിയെ ഞാൻ അതിന്റെ ജഡ്ജ്മെന്റ് അയച്ചു തന്നോ? ഇത്തരത്തിലുള്ള സാഹചര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ രാഹുൽ ഗാന്ധിയോട് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് നിങ്ങൾ അഫിഡവിറ്റ് ഒപ്പിട്ട് തരൂ, വിമർശനം ഉന്നയിക്കാതെ. ഇതെന്ത് ജനാധിപത്യമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഭരണകൂടത്തെ വിമർശിക്കുന്നവർ അഫിഡവിറ്റ് ഒപ്പിട്ട് കൊടുത്ത് വിമർശിക്കണം. ഇതാണോ ജനാധിപത്യം? ഇതാണ് എന്റെ ചോദ്യം. സംശയമാണ്. അല്ല, എന്തും അധാർമികമായ കാര്യങ്ങൾ, അസത്യങ്ങൾ അസത്യമാണെന്ന് പൂർണ്ണമായ ബോധ്യമുണ്ടെങ്കിലും അത് ഭരണപക്ഷത്തെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വടിയാക്കി മാറ്റുമ്പോൾ അത് പ്രതിപക്ഷത്തിന്റെ കടമയല്ല മിസ്റ്റർ. അത് നിങ്ങൾ മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ച ചില നേതാക്കന്മാരുണ്ട്, അതുപോലെ സോഷ്യൽ മീഡിയ ഊതി വീർപ്പിച്ച ചില നേതാക്കന്മാരുണ്ട്. അവർക്കെതിരെ കോടതി പറയുമ്പോഴും അവർ എത്ര തെറ്റ് ചെയ്താലും, ഇപ്പൊ ചൂരൽമല മുണ്ടക്കൈ പിരിച്ച പണം മുഴുവൻ അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നവരുണ്ട്, എന്താ വീട് നിർമ്മിച്ചു കൊടുത്ത് മാതൃകാപരമായി മുന്നോട്ട് പോകുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾ ചില ആളുകളെ പ്രൊട്ടക്ട് ചെയ്യും. അവർക്കെതിരെ കോടതി പറഞ്ഞാലും ഭരണപക്ഷം പറഞ്ഞാലും ജനാധിപത്യപരമായി ആര് വിമർശനം ഉന്നയിച്ചാലും അവരെല്ലാം മറുപടി പറയുക. നിങ്ങൾ ചില മാധ്യമ പ്രവർത്തകരാ മറുപടി പറയാൻ. അതാണ് ഈ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് പ്രതിപക്ഷത്തെ പ്രതികരിക്കുന്ന അനൂപ് തന്നെ മറുപടി പറയട്ടെ. ഞാൻ ജനാധിപത്യത്തെ വിമർശിക്കുന്നത്, ജനാധിപത്യത്തെ ദുർബലപ്പെടുന്ന കാര്യം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അനൂപ്, ഇവിടെ ഒരു തരത്തിലും ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആരോപണങ്ങൾ നിരന്തരം ഉന്നയിക്കുന്ന ഒരു പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്കിടയിലും തുടർഭരണം ലഭിച്ച ഒരു സർക്കാർ കോടതിയിൽ പോലും ചെല്ലുമ്പോൾ ഇത് ന്യൂസ് മേക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള നീക്കമാണ് എന്ന് പ്രതിപക്ഷ നേതാവിനെ തന്നെ കോടതി കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മോശം പ്രതിപക്ഷത്തിന് മുന്നിൽ അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു ഈ പറയുന്ന ഡോക്ടർ ഹാരിസ് ചെയ്തത്. അതുകൊണ്ടാണ് സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഹാരിസിനെ വിമർശിച്ചത് എന്നാണ് അഡ്വക്കേറ്റ് അരുൺകുമാർ പറയുന്നത്. അല്ല, അരുൺകുമാറിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും പ്രതിപക്ഷത്തിനോ പ്രതിപക്ഷ നേതാവിനോ ആവശ്യമില്ല. അദ്ദേഹം പറയുന്നത് എന്താ? പ്രതിപക്ഷ നേതാവിനെതിരെ ഹൈക്കോടതി ജഡ്ജി പറഞ്ഞു എന്നാ. ഈ അരുൺകുമാറിന്റെ പാർട്ടിക്ക് എന്നാണ് ഹൈക്കോടതിയുടെ ജഡ്ജിമാരോട് ഇത്ര ബഹുമാനം തോന്നിയത്? അദ്ദേഹം എറണാകുളത്ത് താമസിക്കുന്ന ആളല്ലേ? ലാവ്ലിൻ കേസിൽ പരാമർശം നടത്തിയ ജഡ്ജിക്കെതിരെ ഇവിടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പ്രകടനം നടത്തിയ പാർട്ടിയാ. ജഡ്ജിയുടെ കോലം കത്തിച്ച ആളുകളാ. നാണമില്ല അരുൺകുമാറെ? ഒരു ഹൈക്കോടതി ജഡ്ജിയൊക്കെ നിങ്ങൾ തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന് പറയുന്ന പാർട്ടി, നിങ്ങൾ ഇന്നലെകളിൽ ഈ ഹൈക്കോടതിയോട് സ്വീകരിച്ച സമീപനം എന്താ? നിങ്ങൾ ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെ പ്രകടനം നടത്തിയിട്ടുണ്ട്, നിങ്ങൾ ഹൈക്കോടതി ജഡ്ജിയുടെ കോലം കത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറയുന്നു ഹൈക്കോടതി ജഡ്ജി പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വായ മൂടിക്കെട്ടി മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ കേസ് സ്വയം തോൽക്കുകയാണ്. കേരളത്തിൽ CPM-ന്റെ നേതാക്കന്മാർക്കെതിരെ, ഈ നിൽക്കുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഹൈക്കോടതിയുടെ ജഡ്ജി പറഞ്ഞ വിധി അനുസരിച്ച് അദ്ദേഹം പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണ്ടേ? ഈ ഹൈക്കോടതിയോട് നിങ്ങൾ അപ്പോൾ സ്വീകരിച്ച സമീപനം എന്താ? അപ്പൊ അതൊന്നും പറയണ്ട. അദ്ദേഹം പിന്നെ പറയുന്നത് എന്താ? അരുൺകുമാർ പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. അതായത് ഒരു നിമിഷം, ഇപ്പോൾ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കുറിച്ച് പറയുമ്പോൾ അത് നമ്പർ 1 ആണ് എന്ന് സർക്കാർ പറയുന്നുണ്ട്, പൊതുജനാരോഗ്യ പ്രവർത്തകർ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, മുഴുവൻ കുഴപ്പമാണ് എന്ന് സ്ഥാപിക്കാനായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചത്. അതൊരു കോണ്ടെക്സ്റ്റാണ് ഈ കാര്യത്തിൽ. അല്ല, ഞങ്ങൾ മുഴുവൻ കുഴപ്പമാണെന്നൊന്നല്ലോ സ്ഥാപിച്ചത്. അതിലേക്ക് ഞാൻ വരാം. ഇവിടെ ഇദ്ദേഹം പറയുന്നത് എന്താ? ഞങ്ങൾ 9 കൊല്ലമായി അധികാരത്തിലിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ മിണ്ടരുത് എന്ന് പറയുന്ന ഈ ലോജിക്ക് സംഘപരിവാറിനെതിരെ പറയാൻ ഈ പറയുന്ന അരുൺകുമാറിന് കഴിയുമോ? 9 കൊല്ലമായി അധികാരത്തിലിരിക്കുന്നു എന്നതുകൊണ്ട് പ്രതിപക്ഷം മിണ്ടാതിരിക്കണമെന്ന് പറയുന്നത് ഫാസിസ്റ്റ് യുക്തിയാ, സംഘപരിവാറിന്റെ ഭാഷയാ. സംഘപരിവാർ എന്താ പറയുന്നത്? ഞങ്ങൾ 3-ാം തവണ അധികാരത്തിലിരിക്കുന്നു, നിങ്ങൾ മിണ്ടരുത് എന്നാണ് പറയുന്നത്. ഇവിടെ സംഘപരിവാറിന്റെ മിനിയേച്ചറായി കേരളത്തിൽ CPM മാറി എന്നതുകൊണ്ട് അതേ ഭാഷ തന്നെയാണ് അരുൺകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിരന്തരം പറയുന്നത്. ഇവിടെ ഇപ്പോൾ പോലെ അരുൺകുമാർ പറയുന്നത് എന്താ? അരുൺകുമാർ ആദ്യം പറഞ്ഞു ഞങ്ങൾ ഡോക്ടർ ഹാരിസിനെ കുറ്റം പറയില്ല എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡിലേക്ക് കേരളത്തിലെ CPM വരേണ്ടി വന്നത് ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന, മാധ്യമങ്ങൾ ഉയർത്തിയ ചില കാര്യങ്ങളെ തുടർന്ന. എന്നിട്ടും അദ്ദേഹം ഈ ചർച്ചയിൽ ഉടനീളം തൊട്ട് മുൻപത്തെ ചർച്ചയിൽ എന്താ പറയുന്നത്? വേണമെങ്കിൽ ഡോക്ടർ ഹാരിസിന് ഈ കേസ് മറ്റൊരു ഡോക്ടർക്ക് റെഫർ ചെയ്യാമായിരുന്നു, വേണമെങ്കിൽ മറ്റുപാധികൾ ഉണ്ടായിരുന്നു. എന്നിട്ടും ഡോക്ടർ ഹാരിസ് ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ബോധപൂർവം ഡോക്ടർ ഹാരിസ് ഈ വിഷയം ഫേസ്ബുക്കിലിട്ടു എന്ന.
അദ്ദേഹം അതിന് താരതമ്യം ചെയ്യുന്നത് എന്താ? മീഡിയ വൺ ചാനലിൽ ഉണ്ടാകുന്ന ഒരു ടെക്നിക്കലായ എററോടാ. ഇത് മനുഷ്യനോടാണ്, യന്ത്രത്തിന്റെ പ്രശ്നമല്ല. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ രോഗിയോടുള്ള വൈകാരികത മൂലം ഒരു ഡോക്ടർ പ്രത്യേകിച്ച് ഒരു പ്രത്യേക സന്ദർഭത്തിൽ അദ്ദേഹത്തിന് പൊട്ടിത്തെറിക്കേണ്ടി വന്നു. ഈ പറയുന്ന ഡോക്ടർ ഞങ്ങളുടെ ആളല്ലല്ലോ. ഈ പറയുന്ന ഡോക്ടർ രാഷ്ട്രീയമായി CPM-നോട് അനുഭവം പുലർത്തിയ ആളല്ലേ. ഞങ്ങൾ നേടിയ തിളക്കമാർന്ന ഒരു വിജയത്തെ കേരളത്തിലെ മുസ്ലിം വർഗീയവാദികളുടെ പിന്തുണയോട് കൂടി എന്ന് പറയാൻ മാത്രം CPM-നോട് പൊളിറ്റിക്കൽ ബ്ലൈൻഡ്നെസ് ഉള്ള, CPM-നോട് വിധേയത്വമുള്ള ഒരു ഡോക്ടർക്കാണ് അദ്ദേഹം ഈ പറയുന്ന രോഗിയോടുള്ള സമീപനം മൂലം മാറ്റി പറയേണ്ടി വന്നത്. എന്നിട്ടും ആ ഡോക്ടറെ ഇപ്പോഴും അദ്ദേഹം പച്ചയ്ക്ക് നിന്നുകൊണ്ടിരിക്കുകയാണ്. അരുൺകുമാർ പറഞ്ഞത് എന്താ? ഡോക്ടർക്ക് വേണമെങ്കിൽ റഫർ ചെയ്യാമായിരുന്നു ഒരു സംഭവമായിരുന്നിട്ട് കൂടി ഡോക്ടർ CPM-ന്റെ സർക്കാരിന്റെ പ്രതിസ്ഥാനത്ത് നിർത്തി CPM അനുഭാവിയായ ഡോക്ടർ എന്നാണ് അരുൺകുമാർ പറയുന്നത്. അരുൺകുമാർ പറയുന്നതിന് അർത്ഥമില്ല. അരുൺകുമാർ പച്ചക്കള്ളം പറയുകയാണ്. നേരത്തെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് എന്താ? ഡോക്ടർ തന്നെ മൊഴി കൊടുത്തു എന്ന്. എന്നിട്ട് അത് മൊഴി കൊടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അരുൺകുമാർ ചോദിക്കുന്നു അതിന് എന്ത് ആധികാരികതയാണുള്ളത്? അരുൺകുമാർ പറയുന്നതിന് എന്താണ് ആധികാരികതയുള്ളത്? അരുൺകുമാർ സ്വയം ഇവിടെ വന്ന് പച്ചക്കള്ളം പറഞ്ഞ് ഡോക്ടർ തന്നെ മൊഴി കൊടുത്താണ് ഡോക്ടർക്കെതിരെ കള്ളൻ എന്നുള്ള ആക്ഷേപത്തിന് കാരണമെന്ന് പറഞ്ഞ് സ്ഥാപിക്കുകയാണ്. ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അരുൺകുമാറെ. ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ റോൾ നിർവഹിക്കും. പ്രതിപക്ഷം ഉയർത്തിയ ആരോപണമല്ല ഇത്. സർക്കാർ സർവീസിലെ ഒരു ഡോക്ടർ, ആ ഡോക്ടറുടെ രാഷ്ട്രീയമായ വിധേയത്വം എന്ന് പറയുന്നത് CPM-നോട്. ആ ഡോക്ടർ CPM-ന് വേണ്ടി സംസാരിക്കുന്ന ആൾ, ആ ഡോക്ടർ പ്രത്യേക സന്ദർഭത്തിൽ പൊട്ടിത്തെറിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് നിങ്ങൾ പറയുന്ന സർവീസിന്റെ സാങ്കേതികത്വം റൂൾസ് ഒക്കെ പറയുന്നില്ലേ? ഈ സർവീസ് റൂൾസിന്റെ സാങ്കേതികത്വം നിങ്ങൾക്ക് ഈ പറയുന്ന ശ്രീറാം വെങ്കട്ടരാമന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ സർവീസ് റൂൾസ് എവിടെയൊക്കെയാണ് CPM പ്രയോഗിക്കുന്നത്? ഈ സർവീസ് റൂൾ ആരുടെ കാര്യത്തിലൊക്കെയാണ് CPM പ്രയോഗിക്കുന്നത്? ഇത്തരം കാര്യങ്ങൾ പറയുന്ന ആളുകളുടെ കാര്യത്തിൽ സർവീസ് റൂളും ചട്ടവും പറയുന്നു. നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പൽ പത്രസമ്മേളനം നടത്തി. ആ പ്രിൻസിപ്പാളിന് സർവീസ് റൂൾ ബാധകമല്ലേ? ഇവിടെ വളരെ കൃത്യമാണ്. കേരളത്തിൽ സംഘപരിവാർ എങ്ങനെയാണോ ഈ രാജ്യത്തിനകത്ത് അവർക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെ ചവിട്ടിക്കൂട്ടുന്നത്, അതേ രീതിശാസ്ത്രം, അതേ മെത്തഡോളജി കേരളത്തിനകത്ത് CPM പ്രയോഗിക്കുന്നു. അരുൺകുമാറിനെ പോലുള്ള ആളുകൾ ഇവിടെ ഒന്ന് ആവർത്തിക്കുന്നു. എന്നിട്ട് പറയുന്നു പ്രതിപക്ഷം മിണ്ടരുത്. 9 വർഷമായി. 9 വർഷമൊന്നുമല്ല. ഇവിടെ പ്രതിപക്ഷം എന്ന് പറയുന്നത് നിങ്ങൾ എത്ര തവണ ഭരിച്ചാലും ഞങ്ങളത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. കാരണം ഞങ്ങളെ ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണെന്നേ. ഞങ്ങൾ അന്തരീക്ഷത്തിൽ ലോകം മുഴുവൻ മികച്ചത് എന്ന് വാഴ്ത്തിയ ഒരു ഹെൽത്ത് സിസ്റ്റം കേരളത്തിലുണ്ട്. അത് നിങ്ങൾ ഭരിച്ചാലും CPM ഭരിച്ചാലും LDF UDF ആര് ഭരിച്ചാലും അതിവിടെ ഉണ്ട്. അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമായൊരു സത്യമാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ മൊത്തം പ്രശ്നമാണ്. മന്ത്രി വീണ ജോർജിന് കീഴിൽ ആരോഗ്യ മേഖല മുഴുവൻ താറുമാറായി. ഈ വാക്കുകൾ, ഇങ്ങനെ തന്നെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഇതെത്രമാത്രം പ്രതിപക്ഷത്തിന് അനുയോജ്യമായ വിമർശന രീതിയാണ്? മന്ത്രി ലോകത്തിന് മുമ്പുള്ള കേരള മോഡൽ എന്ന് പറയുന്നത് ഏതെങ്കിലും പാർട്ടിയുടെ സംഭാവനയൊന്നുമല്ല. അതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. കേരളത്തിൻ്റെ തന്നെ തനതായ ചില പ്രത്യേകതകളുണ്ട്. ഈ പറയുന്ന കുറഞ്ഞ മരണനിരക്ക്, ആരോഗ്യ ദൈർഘ്യം എന്ന് പറയുന്ന കേരള മോഡൽ രൂപീകൃതമായ പ്രത്യേകമായ സാമ്പത്തികമായ സാഹചര്യങ്ങളുണ്ട്. മലയാളിയുടെ പ്രവാസമുണ്ട്, ഗൾഫ് പണമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് രൂപീകൃതമായ ഒന്നാണ്. ഇവിടെ മാറി മാറി ഭരിച്ച എല്ലാവർക്കും ഉണ്ടായതാണ്. അത് വീണ ജോർജ് അന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയതല്ല. പക്ഷേ ആ കേരള മോഡലിന്റെ അടിത്തറ ദുർബലമാകുന്ന തരത്തിലേക്കുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ്. ഇത് കേരളത്തിൽ പ്രതിപക്ഷം മാത്രം ഉന്നയിക്കുന്നതല്ലോ. കേരളത്തിൽ CPM-നകത്തു നിന്ന് തന്നെ വീണ ജോർജിനെതിരെ വിമർശനങ്ങൾ വന്നിട്ടില്ലേ? പത്തനംതിട്ട ജില്ലയിൽ CPM-ന്റെ എത്ര പേർക്കെതിരെ അച്ചടക്ക നടപടി ഉന്നയിക്കേണ്ടി വന്നു? CPM-ന്റെ പാർട്ടി ഹൈറാർക്കിയിൽപ്പെട്ട ജില്ലാ കമ്മിറ്റി മുതൽ താഴെ ഘടകങ്ങൾ വരെ വീണ ജോർജിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിട്ടില്ലേ? അതിൽ ചില വിമർശനങ്ങൾ പരസ്യമായി വന്നിട്ടില്ലേ? ഇപ്പോൾ ഇവർ പറയുന്നത് എന്താ? സർവീസ് സംഘടന, സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരു ഡോക്ടർ വീണ ജോർജിന്റെ വകുപ്പിനെതിരെ വിമർശനം ഉന്നയിക്കുന്നതെന്നാണെങ്കിൽ CPM-ന്റെ ലെനിനിസ്റ്റ് സംഘടന തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് വീണ ജോർജിനെതിരെ വിമർശനം ഉന്നയിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലേ? അതിനെ എങ്ങനെയാണ് അരുൺകുമാറിന്റെ പാർട്ടി അഡ്രസ് ചെയ്യുന്നത്? ഇത് നിങ്ങൾക്ക് സർക്കാർ കാര്യമാണ്, ഡോക്ടർ പിഴവാണെന്ന് പറയാം. അപ്പൊ നിങ്ങളുടെ സംഘടനയ്ക്കകത്തുനിന്ന് പോലും സംഘടനയ്ക്കകത്ത് വിമർശനം നടത്തണം എന്ന് അറിയാത്ത ആളുകളല്ലല്ലോ വീണ ജോർജിനെതിരെ ഗതികേട് കൊണ്ട് പുറത്തു വന്ന് വിമർശിക്കേണ്ട സാഹചര്യമുണ്ട്. പ്രതിപക്ഷ നേതാവ് മാത്രമല്ല CPM-ന്റെ ഭാഗമായ ആളുകൾ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായി വിമർശിക്കും. അത് തന്നെയാണ് ഇതിന് മറുപടി. ശരി, ശ്രീ ഡോക്ടർ ബാസിത്ത്, ഇത് ഒരു ടോക്കണായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് ഇതൊരു തെരഞ്ഞെടുപ്പ് വർഷമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഈ വർഷം അവസാനം. അടുത്ത വർഷം അസംബ്ലി ഇലക്ഷനുമാണ്. അപ്പോൾ ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞു. അദ്ദേഹം വളരെ വൈകാരികമായി സ്പോണ്ടേനിയസ് ആയിട്ട് അത് പറഞ്ഞതായിരിക്കാം. അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് പറയാൻ ഭരണകൂടത്തെ ഭയന്ന് മടിച്ചിരിക്കുന്ന ഒരുപാട് സർക്കാർ ജീവനക്കാരുണ്ടാകും. അവർക്കുള്ള ഒരു ടോക്കൺ, നിങ്ങൾ ശബ്ദിക്കരുത്, അങ്ങനെ ഒരു മെസ്സേജാണോ ഇത് നൽകുന്നത്? തീർച്ചയായും
അത് തന്നെയാണ് ഇന്നലത്തെ ആ ഒരു വാർത്താ സമ്മേളന നാടകത്തിൻ്റെ ഉദ്ദേശമെന്നാണ് സംഘടന വിലയിരുത്തുന്നത്. കാരണം ഇനി ഇത്തരം വിസിൽ ബ്ലോവേഴ്സ് ഉണ്ടാകരുത്, അവർക്കുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇത് എന്നുള്ള രീതിയിൽ തന്നെയാണ് സംഘടന അതിനെ വിലയിരുത്തുന്നത്. അത് ആ പത്രക്കുറിപ്പിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഡോക്ടർ ബാസിത് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ 2 ആരോഗ്യമന്ത്രിമാരെ തുടർച്ചയായിട്ട് കേരളം പരിചയപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ശൈലജ ടീച്ചറും ഒന്ന് വീണ ജോർജും. ഇപ്പോൾ ശൈലജ ടീച്ചർ നിങ്ങളുടെ സംഘടനയുമായി നേർക്കുനേരെ ഏറ്റുമുട്ടുന്ന അവസരം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെ ഡോക്ടർമാരുടെ അധിക ജോലി സമയവുമായി ബന്ധപ്പെട്ട് മീഡിയ വണ്ണിൻ്റെ ചർച്ചയിൽ തന്നെ KMGCT പ്രതിനിധിയുമായിട്ട് നേർക്കുനേരെ അവർ സംവദിച്ചിരുന്നു. അപ്പോൾ അവർ കുറച്ചുകൂടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. ഇവർക്ക് അത്രയും പ്രവൃത്തി പരിചയമില്ല, അല്ലെങ്കിൽ ഇവർ അത്ര കാര്യക്ഷമതയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നേണ്ട കാര്യമൊന്നുമില്ല. സംഘടനയായിട്ട് നമ്മളെ മിനിസ്റ്ററുമായിട്ട് വളരെ നല്ല ബന്ധം തന്നെയാണ് നിലനിർത്തുന്നത്. ഇപ്പോൾ ഇന്നലത്തെ ഈ വിഷയത്തിലും മിനിസ്റ്റർ വളരെ സ്വാഗതാർഹമായ സ്വീകാര്യമായ ഇപ്പോൾ ഈ വിഷയം അധികം നീട്ടിക്കൊണ്ടു പോകാതെ പരിഹരിക്കുന്നതിൽ മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് വളരെ നല്ലൊരു നീക്കം തന്നെയാണ് ഉണ്ടായിരുന്നത്. അത്തരം താരതമ്യമൊന്നും ആവശ്യമുണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തെ വീണ ജോർജ് അല്ല, ഈ വീണ ജോർജ് എന്ന് പറഞ്ഞ സിസ്റ്റത്തെ വീണ ജോർജ് അല്ല മറ്റാരൊക്കെ നിയന്ത്രിക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്? സിസ്റ്റം എന്ന് പറയുന്നത് അത് മാത്രമല്ലല്ലോ, അത് ഒരുപാട് ആൾക്കാർ ഉണ്ട്. പ്രിൻസിപ്പളുണ്ട്, സൂപ്രണ്ട് ഉണ്ട്. അത് പലപ്പോഴും ആ രീതിയിൽ പ്രവർത്തിക്കപ്പെടും. അത് നമുക്ക് ഒരു ഹാൻഡ് ലോൺ റൈസർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ ഡോണ്ട് അട്രിബ്യൂട്ട് ടു മാലീസ് ദാറ്റ് ക്യാൻ ബി അഡീക്വേറ്റ്ലി എക്സ്പ്ലെയിൻ ബൈ സംതിങ് എൽസ് എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതൊരു എല്ലാം ദുരുദ്ദേശപരമാണെന്ന് സംഘടനയ്ക്ക് തോന്നുന്നില്ല. പക്ഷേ ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ അദ്ദേഹത്തെ പുകമറയ്ക്കുള്ളിൽ നിർത്താനുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു. അത് ആരുടെ ഭാഗത്തു നിന്നുള്ളതാണ് എന്നുള്ളത് നമുക്കറിയാം. മിനിസ്റ്ററോട് നമ്മൾ സംസാരിച്ചപ്പോൾ മിനിസ്റ്ററുടെ നിർദ്ദേശപ്രകാരമല്ല ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളൊരു മെസ്സേജാണ് സംഘടനയ്ക്ക് ലഭിച്ചത്. തീർച്ചയായും അത് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് സംഘടനയുടെ താല്പര്യവും. അതിൻ്റെ അപ്പുറത്തേക്ക് ഇന്നലെ വിളിച്ചവരിൽ ഒരാൾ DME ആണ്. അത് മാധ്യമങ്ങൾ തന്നെ കണ്ടെത്തിയതാണ് DME ആണെന്നുള്ളത്. പിന്നീട് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ തൊട്ടു മുമ്പ് സൂപ്രണ്ടിനെ വിളിച്ചത് ആരാണ് എന്നുള്ളത് അദ്ദേഹം തന്നെയാണ് പറയുന്നു. അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, ഇന്നത് ഇപ്പോൾ DMEയുടെ പത്രസമ്മേളനം കണ്ടിരുന്നു. അദ്ദേഹം അത് സമ്മതിച്ചതാണ്. അദ്ദേഹമാണ് വിളിച്ചത് എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിച്ചതാണ്. അപ്പോൾ അത് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വല്ലതും വിളിച്ചതായിരിക്കും. എന്തായാലും നമ്മൾ ബേസിക്കലി ഈ ഒരു വിഷയം വല്ലാണ്ട് നീട്ടിക്കൊണ്ടുപോയി എല്ലാവരെയും ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് സംഘടന. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഹാരിസിനും ഒരുപാട് മനോവിഷമം ഉണ്ടായ കാര്യമാണിത്. നമ്മളിത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്നിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭാഗത്തും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അത് അവസാനിപ്പിക്കാൻ തന്നെയാണ് സംഘടനയുടെ താല്പര്യം. ഇനി ഒരു പണിറ്റീവ് നടപടികളിൽ പെനാൽറ്റി ആയിട്ട് നടപടികൾ അദ്ദേഹത്തിനെതിരെ വരികയാണെങ്കിൽ തീർച്ചയായും സംഘടന ഇടപെടുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ താൽക്കാലികമായിട്ട് അദ്ദേഹത്തിനെതിരെ ഉള്ള നടപടികൾ നിർത്തിവെച്ചിരിക്കുന്നതിനെ സംഘടന സ്വാഗതം ചെയ്യുന്നു. ശരി. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഒരു ജീവനക്കാരൻ ഒരു വിഷയം പറയുകയാണ്. അദ്ദേഹം പലവട്ടം മന്ത്രിയുടെ ശ്രദ്ധയെപ്പെടുത്തി, മന്ത്രിയുടെ സെക്രട്ടറിയുടെ ശ്രദ്ധയെപ്പെടുത്തി നടക്കാത്ത ഒരു കാര്യം പറഞ്ഞു പോവുകയാണ്. അത് പറയാനുള്ള കാരണം വൈകാരിക വിക്ഷോഭത്തിലാണ്. കാരണം രോഗികളുടെ വേദന നേരിട്ട് കാണുന്നതാണ് ഡോക്ടർ. എനിക്ക് ബിർണാണി വേണം എന്നൊരു അങ്കണവാടി കുട്ടി പറയുമ്പോൾ അതിനോട് സൗമ്യമായി പ്രതികരിക്കുന്ന ഒരു ആരോഗ്യമന്ത്രി ഇതിനോട് തുടക്കത്തിൽ അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചത്. പക്ഷേ ഈ പറയുന്ന ആ സിസ്റ്റമാണ് പ്രശ്നം. സിസ്റ്റമാണ് ഇതിനെ മോശമാക്കുന്നത്. ആ ഒരു സൗമനസ്യം, ആർദ്രത, ദയ, കാരുണ്യം, സെൻസിറ്റിവിറ്റി ഇതൊന്നുമില്ലാതെ ഒരു സിസ്റ്റം പെരുമാറുന്നത് വേറെ ഏതോ ഘടകം. ആ ഘടകം ഏതാണെന്ന് പറയാൻ ഡോക്ടർ ബാസിത്ത് തയ്യാറാവുന്നില്ല. പക്ഷെ ആ ഘടകം നിങ്ങൾ കണ്ടുപിടിക്കണം, അത് തിരുത്തേണ്ടതല്ലേ? അതിലേക്ക് വരാം. ഇപ്പോൾ ഈ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിയോട് താങ്കൾ നിരവധി തവണ ചോദ്യം ചോദിച്ചല്ലോ. ഈ ആർക്കാണ് അസഹിഷ്ണുത, ആർക്കാണ് വിമർശനങ്ങളെ ഭയം എന്നാണ് താങ്കൾ ഈ ചർച്ചയുടെ ആദ്യഘട്ടം മുതൽ തന്നെ ചോദിച്ചത്. അന്ന് ഞാൻ പറഞ്ഞു, LDFനോ CPM നേതാക്കന്മാർക്കോ വിമർശനങ്ങളോട് ഒരു മടിയുമില്ല, കേൾക്കാൻ ഒരു മടിയുമില്ല, ഒരു അസഹിഷ്ണുതയുമില്ല. അത് കേട്ടുകൊണ്ട് തിരുത്തേണ്ടതാണെങ്കിൽ ഞങ്ങൾ തിരുത്തും. അപ്പോൾ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി 14 തവണയാണ് എൻ്റെ പേര് ഉപയോഗിച്ചത്. എൻ്റെ പേര് ഉപയോഗിക്കുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല. ഞാൻ എൻ്റെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പറയുന്ന ഓരോ വാക്കും എൻ്റെ പാർട്ടിയുടെ വാക്കുകളാണ്. എൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ വന്നത്, LDFന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വ്യക്തിപരമായി 14 തവണ എൻ്റെ പേര് കോട്ട് ചെയ്തുകൊണ്ട് അസഹിഷ്ണുത കാണിച്ച് നമ്മൾ കണ്ടല്ലോ. ഈ അസഹിഷ്ണുത ഇത്തരത്തിലുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, ചാനലിൽ വന്നിരിക്കുന്നവർ നടത്തുന്ന ഇത്തരത്തിലുള്ള ഇടപെടലുകൾ തന്നെ കേരളത്തിലെ ജനങ്ങൾ നന്നായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് DCC പ്രസിഡന്റ് പാലോട് രവിക്ക് വരെ ആ കോൺഗ്രസിൻ്റെ തന്നെ മറ്റു പ്രവർത്തകരോട്
പറയേണ്ടി വന്ന വാചകം നമ്മുടെ മുന്നിലുണ്ടല്ലോ. എല്ലാം നശിച്ച് നാറാണക്കല്ല് പിടിച്ചു, 3-ാം സ്ഥാനത്ത് പോലും കിട്ടണമെങ്കിൽ ഇനി വലിയ ത്യാഗം സഹിക്കേണ്ടി വരും, അതുകൊണ്ട് നിങ്ങളൊക്കെ രക്ഷപ്പെട്ടോളാൻ പറഞ്ഞ് നമ്മുടെ മുന്നിലുണ്ട്. കണ്ണൂരിലെ DCC സെക്രട്ടറി തന്നെ പറഞ്ഞ്, അതുപോലെ തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാവ്, ഇവരൊക്കെ അടുത്ത കാലത്ത് രാജിവെച്ചവരാ. 10-12 പേര് സ്വയം രാജിവെച്ചോ അല്ലെങ്കിൽ രാജി എഴുതി മേടിക്കേണ്ടി വന്നു, കാരണം സത്യം പറഞ്ഞതിന്റെ ഭാഗമായി. അതുകൊണ്ട് അജിംസും ഇതിൽ പങ്കെടുക്കുന്നവരും കേൾക്കേണ്ടത് ഈ പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമായിട്ടാണ്. താങ്കൾ ഇപ്പം എന്നോട് ചോദിച്ച ചോദ്യം, 2024 5-ാം മാസം ഇത്തരത്തിൽ പ്രോബ് ആവശ്യപ്പെട്ടു, ഗവൺമെന്റ് കൊടുത്തു. ആ 9-ാം മാസം കൊടുത്തു. 2025 ജനുവരിയിലും ഫെബ്രുവരിയിലും പ്രോബ് ആവശ്യപ്പെട്ടു, കൊടുത്തു. മാർച്ച് മാസത്തിൽ വീണ്ടും പ്രോബ് ആവശ്യപ്പെടുമ്പോൾ അപ്പോൾ വില വ്യത്യാസം വന്നു, കൃത്യമായിട്ട് പെട്ടെന്ന് അനുമതി കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു. അത് ഈ സിസ്റ്റം എന്ന് താങ്കൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഈ സിസ്റ്റത്തിന്റെ കുറവാണെന്ന് ആദ്യം പറഞ്ഞത് മിസ്റ്റർ ഡോക്ടർ ഹാരിസ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പത്രസമ്മേളനങ്ങളും ചാനൽ ചർച്ചകളിലും വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് തന്നെയാണ് സിസ്റ്റത്തിന്റെ കുഴപ്പം. ആ വാക്ക് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞപ്പോൾ അത് വലിയ അപരാധമായി മാറി, ട്രോളായി മാറുന്നു, എപ്പോഴും അദ്ദേഹത്തിനെതിരെ ഉപയോഗിക്കുകയാണ്. ഇന്ന് അദ്ദേഹം പറഞ്ഞു ബ്യൂറോക്രാറ്റ് സിസ്റ്റത്തിന്റെ കുഴപ്പം തന്നെയാണ്, മെല്ലെപ്പോക്ക് തന്നെയാണെന്ന് ഇതേ ആ ഡോക്ടർ ഹാരിസ് തന്നെ ഇന്ന് പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്. റിക്വസ്റ്റ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി, പക്ഷെ ആ കെടുത്താൻ ഞാൻ ശ്രമിച്ചെങ്കിലും ഈ ബ്യൂറോക്രസിയുടെ പ്രശ്നം കാരണം അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ ഗവൺമെന്റിനെ ഞാൻ കുറ്റം പറയുന്നില്ല, ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല, കാരണം അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടി. ശ്രദ്ധയിൽപ്പെട്ട ആ ഒരു വില വ്യത്യാസം വന്നപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാർക്ക് അനുമതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിത് സൂചിപ്പിക്കാം, നിങ്ങൾ ഈ ഏറ്റവും മികച്ച ആരോഗ്യ മേഖലയെ അപകീർത്തിപ്പെടുത്താൻ ഇപ്പൊ അങ്ങ് 2 ചോദ്യം ചോദിച്ച് മെറിട്ടുള്ള ചോദ്യമാണ്. ഒരു സാഹചര്യം വന്നു, ഒരു പ്രശ്നം വന്നു, അതിനെ കൃത്യമായി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ മൊത്തം സിസ്റ്റം പോക്കാണെന്നാ പറയുന്നത്. ഇപ്പൊ BJP പ്രതിനിധി ഉണ്ടെങ്കിൽ ചോദിക്കാമായിരുന്നു, അവസാനത്തെ 3 വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുക്കുന്ന ഇപ്പൊ 712 കോടി രൂപയാണ് ഇതേ മെഡിക്കൽ കോളേജിന് വേണ്ടി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് വേണ്ടി LDF ഗവൺമെന്റ് കൊടുത്തേ. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 10,739 പുതിയ നിയമനമാണ് ആരോഗ്യ മേഖലയിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ കൊടുക്കുമ്പോഴും രോഗികളുടെ എണ്ണം കൂടുകയാണ്. 5000 രോഗികൾക്ക് ചികിത്സിക്കാൻ കഴിയും, 7000 8,000 വരുമ്പോൾ ചിലപ്പോൾ സൗകര്യങ്ങൾ ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോഴത്തേക്ക് സിസ്റ്റം പ്രശ്നമാണ്, സിസ്റ്റം പ്രശ്നം. ഇപ്പൊ AI ക്യാമറ, ജലമെട്രോ, അതുപോലെ K-ഫോൺ, എത്രയോ പ്രശ്നങ്ങളിൽ ഇവിടുത്തെ UDF നേതാക്കന്മാർ പ്രതിഷേധം സംഘടിപ്പിച്ച് ഇതേ കോടതിയിൽ പോയി. ഇപ്പൊ കോടതിയെ പറ്റി പറയാൻ പാടില്ല എന്നതാണ് പറഞ്ഞത്. കോടതിയെ എതിർക്കേണ്ടതാണെങ്കിൽ എതിർക്കും, പക്ഷെ കോടതി പറഞ്ഞ വാചകം കോട്ട് ചെയ്യാനേ പറ്റില്ല, ഞങ്ങൾക്കെതിരെ പറയുമ്പോൾ കോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വിമർശനമൊക്കെ ഞങ്ങൾ കണ്ടു. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വിമർശിക്കണം, പ്രത്യേകിച്ച് ചാനൽ ചർച്ചകളിലൊക്കെ വന്ന് വിമർശിക്കണം. കേരളത്തിലെ ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും മൊബൈൽ ക്ലിപ്പിങ്ങുകളിലൂടെ തന്നെ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം വന്നത് 2019, 20, 21 ഏപ്രിൽ വരെയാണ്. ആ വിമർശനം വന്നപ്പോൾ ജനങ്ങൾ കൃത്യമായിട്ട് അങ്ങ് പ്രതികരിച്ചു. ആ പ്രതികരിച്ചപ്പോഴാണ് ഞങ്ങൾ 91 സീറ്റിൽ നിന്ന് 99 മാറിയത്, 42% നിന്ന് 45.3 മാറിയത്. അതുകൊണ്ട് പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, നിങ്ങൾ വിമർശിച്ചോളുക, പക്ഷെ നിങ്ങളുടെ വിമർശനത്തെ ഞങ്ങൾ തള്ളിക്കളയല്ല. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഏതെങ്കിലും തിരുത്തേണ്ടതാണോ കൃത്യമായി തിരുത്തി അത് ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും. കൃത്യമായി പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കും, ഇന്നതാ ഞങ്ങൾ നടപ്പാക്കിയത്, ഇന്നത് ഞങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇന്നത് നടപ്പാക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ എന്നാലും ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു പട്ടിണിയില്ലാത്ത, ദരിദ്രമില്ലാത്ത ഒരു കേരളം നവംബർ 1 പുലരുകയാണ്. അത് നിങ്ങളുടെയൊക്കെ വിമർശനം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ്, മാധ്യമങ്ങളുടെയൊക്കെ ചൂണ്ടിക്കാണിക്കൽ കൂടി ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾ പോസിറ്റീവായിട്ടേ കാണുകയുള്ളൂ. ഈ പ്രശ്നം തീർന്ന പ്രശ്നമാണ്. അന്വേഷണങ്ങളെല്ലാം കൃത്യമായിട്ട് നിയമപരമായിട്ട് അവസാനിക്കും. എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും കൂട്ടിയോജിപ്പിച്ച് കൂടെ നിർത്തും ഞങ്ങൾ. അതാണ് ഗവൺമെന്റിന്റെ പോളിസി. ശരി. ഈ സമയം തീരെയാണ്. VR അനൂപ്, ഒറ്റ ചോദ്യം, ഈ BJP വിമർശിച്ചാണോ നിങ്ങൾ തൃശ്ശൂർ വിമർശിക്കും തോറും ഭരണം കിട്ടുന്നു? BJP വിമർശിച്ചാൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചു, നിങ്ങൾ BJP 14 പ്രാവശ്യം ഞാൻ അരുൺകുമാർ എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടു കൂടി പേരെടുത്താണ് പറഞ്ഞത്. ഞങ്ങൾ അഭിഭാഷകരാണ്. അദ്ദേഹത്തെ ഇനി കോടതി മുറിയിലെ പോലെ ജഡ്ജിയെ വിളിക്കുന്ന പോലെ യുവർ ഓണർ എന്ന് പറയണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ ഞാൻ പരനാറി എന്നല്ലോ പറഞ്ഞത്, അരുൺകുമാർ എന്നല്ലേ. ഇതിനകത്ത് അദ്ദേഹത്തിന് ഇത്ര വലിയ മുറിവേൽക്കാൻ എന്താണ് ഇരിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വിമർശനങ്ങൾക്ക് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് പരാമർശിച്ചുകൊണ്ട് പറയുന്നതാണെന്നേ. അല്ല, ഞാൻ പറയട്ടെ അരുൺകുമാറെ, ഞാൻ പറയട്ടെ, എന്റെ ഊഴത്തിൽ ഞാൻ പറയുകയല്ലേ. ഞാൻ താങ്കൾ പറയുന്ന കാര്യങ്ങൾക്ക് പേരെടുത്ത് മറുപടി പറയാനല്ല എന്റെ പാർട്ടി എന്നെ നിയോഗിച്ചിരിക്കുന്നത്. താങ്കൾ പറഞ്ഞത് ശരി അങ്ങുന്നേ, ശരി എന്ന് പറഞ്ഞു പോകാനാണോ എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്? താങ്കൾ CPM പ്രതിനിധി ആയിക്കൊണ്ട്, അരുൺകുമാർ ആയിക്കൊണ്ട് അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. താങ്കളെ കൂട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അനൂപ്, അരുൺകുമാർ പറയുന്നതാണ്
ജനങ്ങൾ അത് നിങ്ങൾ കാണുന്നുണ്ട്. നിരന്തരം പിണറായിയെ വിമർശിച്ച് അദ്ദേഹത്തിന് തുടർഭരണം ഉണ്ടാക്കി കൊടുത്തു എന്നാണ്. നിങ്ങൾ ബി ജെ പി വിമർശിക്കുന്നതുകൊണ്ടാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത്? ഇതാണ് ചോദ്യം. താങ്കൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എന്നെ 14 തവണ പറഞ്ഞ് പിച്ചി മാന്തി എന്ന് പറയുന്ന പോലെ ബാലിശമായി ഇങ്ങനെ സംസാരിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരു കാര്യമല്ല, കൃത്യമായിട്ടുള്ള വസ്തുതയാണ് പറഞ്ഞത്. വസ്തുത അല്ല, നിങ്ങൾ എന്താ തെറ്റ് തന്നെ, എത്രയോ തെറ്റുകൾ പറഞ്ഞോ, താങ്കൾ പറഞ്ഞോ, വസ്തുതയെ വസ്തുതാപരമായി നേരിട്. ആയിക്കോട്ടെ, ആയിക്കോട്ടെ എന്നാ പറഞ്ഞത്. ആയിക്കോട്ടെ, എത്ര വേണമെങ്കിലും പറഞ്ഞോ. ഇതൊക്കെ കൃത്യമായി വസ്തുതാപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയാതെ വരുമ്പോ ആര് കരഞ്ഞു? അന്തസ്സായി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയാ പറഞ്ഞ. അന്തസ്സായി പോയിന്റ് വെച്ചാ മറുപടി പറഞ്ഞത്. ഇതൊക്കെ കേൾക്കുന്ന ജനമുണ്ട്, കേട്ടോട്ടെ. ഇതൊക്കെ കേൾക്കുന്ന ജനമുണ്ട്. അല്ല, ഇതൊക്കെ കേൾക്കുന്ന ജനമുണ്ട്. പറയാൻ പാടില്ലാത്തൊരു അശ്ലീലമാണെന്നാണോ അങ്ങ് പറയുന്നത്? ഞാൻ അരുൺകുമാർ എന്നല്ലേ പറയുന്നത്. ഓരോരുത്തരുടെ നിലവാരത്തിനനുസരിച്ചാണ് ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആ നിലവാരത്തിനനുസരിച്ച് താങ്കൾ സംസാരിച്ചു. താങ്കളുടെ നിലവാരം എനിക്ക് മാറ്റാൻ പറ്റില്ല. ആയിക്കോട്ടെ, ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ഇവിടെ പറഞ്ഞ ഓരോ ചോദ്യത്തിനും കൃത്യമായി ഈ ചർച്ച അനാവശ്യമായിട്ടുള്ള തീർന്നുപോയ ഒരു വിഷയത്തിൽ പറഞ്ഞുള്ള സംവാദമാണ്. അത് കൃത്യമായി എന്റെ പ്രസ്ഥാനത്തിന്റെ പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം പാലോട് രവി ഒന്ന് പറഞ്ഞു എന്ന് വരുത്തി. നിങ്ങൾ എന്തിനാണ് 14 തവണ എന്റെ പേരെടുത്ത് പറഞ്ഞു, 14 തവണ എന്റെ പേരെടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങളല്ലേ ഇവിടെ പറയുന്നത്? നിങ്ങളെ കുറിച്ച് എന്റെ ആക്ഷേപമാണ് ഞാൻ ഉന്നയിച്ചത്. നിങ്ങളെ കുറിച്ച് അപമാനകരമായ എന്താണ് ഞാൻ മറുപടി പറയുന്നു. അങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്ത്. നിങ്ങളുടെ നേതാവ് അല്ല, പറഞ്ഞു ബോധ്യപ്പെടുത്തുക തന്നെയാണെന്നേ, പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങളെ പേരെടുത്ത് പറയാതെ അങ്ങ് പറഞ്ഞത് ശരി എന്ന് പറയുന്നതാണോ അരുൺകുമാർ ആഗ്രഹിക്കുന്നത്? എന്നെ കുറിച്ച് പേരെടുത്ത് പറയാൻ പാടില്ല. എന്തൊക്കെയാണ് മിസ്റ്റർ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശരി, എന്തായാലും ഈ സർക്കാരിനെ വിമർശിക്കുന്നതോറും സർക്കാർ ശക്തരാകുന്നു. സർക്കാരിനെ വിമർശിക്കുന്നതോറും സർക്കാർ ശക്തരാകുന്നു. ഇനിയും സർക്കാരിന് തുടർഭരണം ലഭിക്കും എന്നാണ് പറയുന്നത് അരുൺകുമാർ പറഞ്ഞത്. പി ആർ അനൂപ്, നിങ്ങൾ വിമർശിച്ചത് കൊണ്ടാണോ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതെന്ന് പോലും ഇപ്പോൾ സംശയമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിമർശനം നിർത്തണം. അല്ലെങ്കിൽ നിങ്ങൾ വിമർശിക്കുന്നതോറും നിങ്ങളുടെ ശത്രുക്കൾ ശക്തരാവുകയാണ് എന്നാണ് തോന്നുന്നത് ഈ ചർച്ചയിൽ നിന്ന്. എന്തായാലും വിമർശനങ്ങൾ ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണ്. അതിനോടുള്ള അസഹിഷ്ണുത ജനാധിപത്യ വിരുദ്ധതയാണ്. ഇതെല്ലാവരും ഓർത്തിരിക്കേണ്ട പാഠമാണ്. നന്ദി ഡോക്ടർ ബാസിത്ത്, ഡോക്ടർ അഡ്വക്കേറ്റ് വി ആർ അനൂപ്, അഡ്വക്കേറ്റ് അരുൺകുമാർ ഇത്രയും സംസാരിച്ചിട്ടുണ്ട്.